بسم الله الرحمن الرحيم الحمد لله الواحد القهار الصمد الجبار الحمد لله الأحد الغفار الصلاة والسلام على النبي المختار وآله الأبرار وأصحابه الأخيار وأتباعه الأطهار حسبنا الله حسبنا الله حسبنا الله ونعم الوكيل نعم المولى ونعم النصير رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم الرحمن علم القرآن خلق الإنسان علمه البيان صدق الله صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين إن هذه القلوب تستوء كما يستوي الحديد إذا أصابه الماء قيل وما جلاؤها يا رسول الله إلى آخر الحديث صدق رسوله المصطفى الأمين صلى الله عليه وعلى آله وأصحابه وأتباعه أجمعين يا زينة الكونين جدلي وافرا يا بهجة الدارين كلي ناصرا يا غافر العاسين كلي غافرا يا أكرم الثقلين يا كنز الورى جدري بجودك أرضني برضاك يا سيدي مددي سندي ويا عددي مؤيدي مددي أمدي على شددي مسيدي سددي علودي بلا عددي كن آخذا بيدي خواجة معين الدين لي خمسة نطفي بها حر الوباء الحاتمة المصطفى والمرتضى وابناهما والفاطمة ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഈ സദസ്സിന്റെ പ്രാർത്ഥന നിർവഹിച്ച ഖവായി മഹല്ല് ഖത്തീബ് UM മുഹമ്മദ് സഅദി ഉസ്താദ് അവറുകൾ, അൽഹംദുലില്ലാഹ് ഈ സദസ്സിന് സ്വാഗതം പറഞ്ഞ UAE ഖവാബ് മുസ്ലിം യൂത്ത് സെന്ററിന്റെ പ്രസിഡന്റ് കൂടിയായ അൽഹംദുലില്ലാഹ് അഷ്റഫ് സാഹിബ്,
നമ്മുടെ ഈ സംഘാടക സമിതിയുടെ വർക്കിംഗ് ചെയർമാൻ എസ് സൈനുദ്ദീൻ സാഹിബ്, നമ്മുടെ ഇവിടെ തടിച്ചുകൂടിയ പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, അൽഹംദുലില്ലാ ഇവിടെ വന്ന മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗമായ അബ്ദുൽ ഖാദർ മൗലവി സാഹിബ്, അൽഹംദുലില്ലാ ഈ സദസ്സിലെത്തിച്ചേർന്ന കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് കുഞ്ഞി മുഹമ്മദ് സാഹിബ്, കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണകളും പ്രഖ്യാപിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതിന്റെ തൊട്ടടുത്ത ഗ്രാമപ്രദേശമാകുന്ന ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ട് കണ്ണൂർ ജില്ലയ്ക്ക് മാതൃക കാട്ടിയ എട്ടിക്കുളത്തെ ബിസ്മില്ല യുവജന സമിതിയിലെ എൻ്റെ പ്രിയപ്പെട്ട കർമ്മോത്സുകരും പ്രവർത്തന നിരതരുമായ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളെ, അവിടെ നിന്ന് വന്ന മുസ്തഫ സാഹിബ്, അൽഹംദുലില്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്ക് ഇരിക്കുന്നതിന് വേണ്ടി സൗകര്യപ്പെടുത്തിയ വിശുദ്ധമായ സ്ഥലത്ത് ഇരിപ്പിടമുറപ്പിച്ച പ്രിയപ്പെട്ട പ്രമുഖ വ്യക്തിത്വങ്ങളെ, വളരെ നേരത്തെ തന്നെ ഈ സദസ്സിൽ സംഗമിച്ച പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യുവ സുഹൃത്തുക്കളെ, ഉമ്മവെങ്ങന്മാരെ, സഹോദരി സഹോദരങ്ങളെ, ഇതിന്റെ സംഘാടക സമിതിയിലെ പ്രവർത്തന നിരയിലെ കർമ്മോത്സുകരും പ്രവർത്തന നിരതരുമായ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര മതങ്ങളിലുള്ള സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക് വിശുദ്ധ ഇസ്ലാമിന്റെ തത്വോധിഷ്ഠിതമായ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും ഞാൻ ആമുഖമായി അർപ്പിക്കുകയാണ്. സർവശക്തനായ അല്ലാഹു പരിശുദ്ധ ഖുർആനിന്റെ പ്രഭയും പ്രകാശവും കണ്ണൂർ ജില്ലയുടെ വിരുമാറിൽ ഒരു തിരമാല പോലെ അടിച്ചുയരുന്ന രീതിയിൽ ഒരു വലിയ ബൃഹത്തായ മാധുര്യമുള്ള പ്രോഗ്രാം സംഘടിപ്പിക്കാൻ പരിശ്രമിക്കുന്ന ഇന്നാട്ടിലെ ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, യുഎഇയിലെ കർമ്മോത്സുകരായ പ്രിയപ്പെട്ട ദീനീ സ്നേഹികൾ, അള്ളാഹു അവർക്ക് രണ്ട് ലോകത്തും ഖൈറും ബറക്കത്തും സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ എന്ന ആത്മാർത്ഥ പ്രാർത്ഥനയോടെ പരിശുദ്ധ ഖുർആൻ രക്ഷയും ശിക്ഷയും എന്ന മഹത്താര വിഷയത്തിന്റെ മനോഹാരിതയിലേക്ക് പ്രവേശിക്കുകയാണ്. അള്ളാഹു ഖബറിന്റെ ഉള്ളറയിൽ വമാ ഇമാമുക, നിന്റെ ഇമാമാരി എന്ന് ചോദിക്കുമ്പോൾ വൽ ഖുർആനു ഇമാമി എന്ന് നിറഞ്ഞ മനസ്സോടെ എന്റെ ഇമാമ ഖുർആനാണെന്ന് പറയാൻ അള്ളാഹു നമ്മെ തെരഞ്ഞെടുക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹാനായ പ്രവാചകർ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിക പ്രബോധനത്തിന്റെ കവാടങ്ങളൊക്കെ തുറന്ന് പരിശുദ്ധ മക്കയിലെ പ്രതിസന്ധി ഘട്ടങ്ങളെ പൂർണ്ണമായും നേരിട്ടുകൊണ്ടിരിക്കുന്ന സങ്കീർണമായ ഒരു സാഹചര്യം. ആ സമയത്ത് പരിശുദ്ധ ഖുർആനിന്റെ മനോഹരമായ അധ്യായങ്ങൾ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ് പാരായണം ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അത് മുഴുവനും ഒരു അണുകിട വ്യതിചലിക്കാതെ വ്യത്യാസമില്ലാതെ പൂർണ്ണമായും സ്വീകരിച്ച പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, പക്ഷേ തന്റെ അനുയായികളായി കടന്നു വന്ന പ്രിയപ്പെട്ട ഉമ്മത്തിനെ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഒളിഞ്ഞും തെളിഞ്ഞും ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ, അവർ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാനസികമായി വല്ലാത്ത സങ്കടവും പ്രയാസവും ഉണ്ടായി. അങ്ങനെ എവിടെ ഖുർആൻ പാരായണം ചെയ്യുന്നുവോ അവരുടെ തലവെട്ടിയെടുക്കുന്ന ഒരു അന്തരീക്ഷം മക്കാ മണ്ണിലുണ്ടായി. ആര് ഖുർആൻ പാരായണം നടത്തുന്നുവോ അവരെ കൈകാര്യം ചെയ്യുന്ന വേദനാജനകമായ ഒരു അന്തരീക്ഷം പരിശുദ്ധ മക്കയുടെ മണ്ണിലുണ്ടായി. അങ്ങനെ മുസ്ലിം സഹോദരങ്ങളൊക്കെ വല്ലാതെ ഭയന്ന് നിൽക്കുന്ന ഒരു മുഹൂർത്തത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളെ, വളരെ വിരലിലെണ്ണാൻ മാത്രമുള്ള ചുരുക്കം ചില അനുയായികൾ മാത്രമേ ഉള്ളൂ, അവരെ വിളിച്ചുകൂട്ടിയിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നിങ്ങളിൽ ആരാണ്? ആ ഭാഗത്ത് ഒരുപാട് ശത്രുക്കൾ നിൽക്കുന്നുണ്ട്, അവരുടെ മധ്യഭാഗത്തേക്ക് പോയിട്ട് നിങ്ങളിൽ ആരാണ് പരിശുദ്ധ ഖുർആൻ തന്റെ ഇടത്തോടുകൂടി പാരായണം ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്. ഖുർആൻ എന്നവിടെ പരസ്യമായി പാരായണം ചെയ്യപ്പെടുന്നുവോ അവിടെ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷെ ഇവിടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുയായികളെ വിളിച്ചു നിർത്തിയിട്ട് ചോദിച്ചു, നിങ്ങളിൽ ആരാണ് തന്റെ ഇടത്തോടെ ഇസ്സത്തോടെ ആ ശത്രുക്കളുടെ മധ്യഭാഗത്തേക്ക് പോയിട്ട് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക? അങ്ങനെ പാരായണം ചെയ്യുന്നവർക്ക് അല്ലാഹുവിന്റെ അടുത്ത് ഖുർആനുമായി ബന്ധപ്പെട്ട വലിയ കൂലിയുണ്ട് എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ പല സഹാബികളും തലകുനിച്ചിരുന്നു. ആര് പാരായണം ചെയ്താലും അവരാക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട്, അവരെ കൊല ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും തലകുനിച്ചിരുന്നപ്പോൾ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, ആ ഖുർആൻ സധൈര്യം പാരായണം ചെയ്യാൻ ഞാൻ ഒരുക്കമാണ് എന്ന് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. സഹാബികൾ അത്ഭുതപ്പെട്ടു. ആര് പാരായണം ചെയ്താലും അവന്റെ തലവെട്ടിയെടുക്കും ശത്രുക്കൾ.
പിന്നെ എങ്ങനെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ധൈര്യം കാണിച്ചതെന്ന് അവർക്കറിയില്ല. പ്രവാചകർ പറഞ്ഞു, എന്നാൽ സമയം വൈകണ്ട, ആ ശത്രുക്കളുടെ ഭാഗത്തേക്ക് പോയിട്ട് അഭിമാനത്തോടെ ഇസ്സത്തോടെ നെഞ്ചു വിരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ ആ വചനങ്ങളെ പ്രകാശമുള്ള വജസ്സോടെ പാരായണം ചെയ്യാൻ പറഞ്ഞു വിടുമ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആനിന്റെ മനോഹാരിതയുമായി കടന്നു ചെല്ലുകയാണ്. ശത്രുക്കളെല്ലാവരും എന്തോ ഗഗനമായ ചർച്ചയിലാണ്. അവർക്കിടയിലേക്ക് കടന്നു ചെന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ മധുരമുള്ള വാക്കുകൾ പാരായണം ചെയ്യാൻ തുടങ്ങി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഖുർആനിന്റെ ശബ്ദത്തിൽ ഒരു വശ്യചാരുതയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖുർആൻ പാരായണം കേട്ട് മക്കയുടെ മനോഹരമായ വൃക്ഷങ്ങളുടെ ഇലകൾ പോലും ഞെട്ടറ്റ് വീണുപോയി എന്ന് ചരിത്രം പറയുന്നുണ്ട്. അത്ര രസമായിരുന്നു കേൾക്കാൻ, അത്ര മധുരമായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖുർആൻ പാരായണം. പക്ഷേ ഇവിടെ സംഭവിച്ചത് എങ്ങനെയല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആൻ എടുത്ത് പാരായണം ചെയ്യാൻ തുടങ്ങുമ്പോ ഇസ്ലാമിന്റെ ശത്രുക്കൾ നാലു ഭാഗത്തിരുന്ന് വന്നുകൊണ്ട് ഉപദ്രവിക്കാൻ തുടങ്ങി. അവര് പറഞ്ഞു, മുഹമ്മദ് ഇന്ന് വരെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന പ്രാന്തൻ ജൽപ്പനങ്ങളാണ് ഈ ഖുർആൻ എന്ന് പറഞ്ഞു വിടുന്നത്. അതുകൊണ്ട് അവനെ കൈകാര്യം ചെയ്യുക, അവനെ അടിക്കുക, അവനെ ഇടിക്കുക, അവനെ ഉപദ്രവിക്കുക, അവനെ ആക്രമിക്കുക, അവനെ അവശരാക്കുക, അവനെ കൊല ചെയ്യുക. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നാലു ഭാഗത്ത് ശത്രുക്കൾ തെളിച്ചുകൂടി. അടിക്കാനും ഇടിക്കാനും തുടങ്ങി, ഉപദ്രവം എയ്തുവിടാൻ തുടങ്ങി. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിലത്ത് വീണ് പിടയാൻ തുടങ്ങി. അവരുടെ കാലുകൾ കൊണ്ട് ശത്രുക്കളെ ചവിട്ടി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നാവിലിടിച്ചു, മുഖത്തടിച്ചു. ബോധരഹിതനായി മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രക്തത്തിൽ കുളിച്ചു ആ മണ്ണിൽ വീണു. ശത്രുക്കൾ ഇവിടെ നിന്ന് മാറിപ്പോയി. മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട സഹാബത്തിനോട് പറഞ്ഞു, വേഗം ചെല്ലുക, എന്റെ പ്രിയപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ എടുത്തുകൊണ്ടുവരിക. ബോധം നഷ്ടപ്പെട്ടു പോയ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ എടുത്ത് ആ പ്രിയപ്പെട്ടവർ മുത്തു റസൂലിന്റെ മുമ്പ് കൊണ്ടുവന്ന് കിടത്തി. പ്രവാചകന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പ്രവാചകർ കുറച്ച് വെള്ളമെടുത്തിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞുകൊണ്ട് കുടഞ്ഞു. കണ്ണുകൾ തുറന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ണു തുറന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രവാചകന്റെ കൈ ഇങ്ങനെ പിടിച്ചപ്പോൾ മഹാനായ പ്രവാചകർ പറഞ്ഞു, അബൂബക്കറെ നീ കരയരുത്. അവരിടിച്ച വേദനയും അവരിടിച്ച ബുദ്ധിമുട്ടുമെല്ലാം നിനക്ക് നാളെ പരലോകത്ത് വലിയ പ്രതിഫലമുണ്ടാകുന്നതിന് കാരണമാണ്. കാരണം നീ സഹിച്ചത് ഖുർആനിന് വേണ്ടിയാണ്, നീ വേദനിച്ചത് ഖുർആനിന് വേണ്ടിയാണ്, നീ ശ്രമിച്ചത് ഖുർആനിന് വേണ്ടിയാ, നീ ക്ഷമിച്ചത് ഖുർആനിന് വേണ്ടിയാ. അതുകൊണ്ട് അബൂബക്കറെ നീ കരയരുതെന്ന് പറഞ്ഞപ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ കരം പിടിച്ചുകൊണ്ട് ഇടറുന്ന ശബ്ദത്തിൽ പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാൻ കരയുന്നത് അവരടിയുടെ ഇടിയുടെ ഉപദ്രവത്തിന്റെ വേദന കൊണ്ടല്ല നബിയേ. ഞാൻ കരയുന്നത് എന്തിനെന്നറിയോ? എനിക്കവിടെ കിടന്നുകൊണ്ട് മരിക്കാൻ കഴിഞ്ഞില്ലല്ലോ നബിയേ, എനിക്കവിടെ കിടന്ന് മരിക്കാൻ കഴിഞ്ഞില്ലല്ലോ, എനിക്കവിടെ കിടന്ന് മരിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കും, അബൂബക്കറെ നീ എന്തായി പറയുന്നത്? അതേ നബിയേ, ഖുർആനിന്റെ പേരിൽ അവിടെ കിടന്നുകൊണ്ട് ശത്രുക്കളുടെ വെട്ടേറ്റ് ചവിട്ടേറ്റുകൊണ്ട് മരിക്കാ ഞാൻ ആഗ്രഹിച്ചിരുന്ന റസൂലേ. നാളെ അല്ലാഹുവിന്റെ പരലോകത്ത് എനിക്ക് യശസ്സോടുകൂടി ഉയർന്നു നിൽക്കണമെങ്കിൽ പരിശുദ്ധ ഖുർആനിന് വേണ്ടിയിട്ട് ഷഹീദായവനാണെന്ന് പറയാൻ എനിക്ക് കഴിയുമല്ലോ. അതിനെനിക്ക് അവസരം നിഷേധിക്കപ്പെട്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു പോരെങ്കിൽ ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ യഥാർത്ഥ അനുയായികളായ പ്രിയപ്പെട്ടവരെ, അലമാരയുടെ അകത്തള പലങ്കാരത്തിന് വേണ്ടി അടുക്കി വെക്കാനുള്ള വേദഗ്രന്ഥമല്ല പരിശുദ്ധ ഖുർആൻ. വാപ്പ മരിക്കുമ്പോ ചാക്ക് കെട്ടടിച്ചിറക്കിയിട്ട് മുത്തഅല്ലിമീങ്ങളുടെ കയ്യിൽ കൊടുത്തിട്ട് ഖത്തമോറാൻ വേണ്ടി മാത്രമുള്ളതല്ല പരിശുദ്ധ ഖുർആൻ. ഈ മനോഹരമായ പയ്യന്നൂരിന്റെ ഖവായയുടെ ചുറ്റുവട്ടത്ത് പരിസരത്ത് മനോഹരമായ ഭവനം വെക്കുമ്പോ ആ ഭവനത്തിന്റെ സമുദ്ഘാടനം നിർവഹിച്ച് ആദ്യമായി ആ വീടിന്റെ വാതിൽ തുറന്ന് അകത്ത്
സ്വർഗത്തിലേക്ക് കിടക്കുന്നവരുടെ കയ്യിൽ വെക്കാൻ മാത്രം അല്ലാഹു ഇറക്കി കൊടുത്തരല്ല പരിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയമുള്ളവരെ, ആ ഖുർആനെന്തെന്ന് പഠിക്കുമ്പോഴാണ് ആ ഖുർആനിന്റെ പൊരുളറിയുക, ആ ഖുർആനിന്റെ മഹത്വം അറിയുക, ആ ഖുർആനിന്റെ പവർ അറിയുക. ആ പരിശുദ്ധ ഖുർആൻ എന്താ? പ്രവാചകർ എഴുതി തയ്യാറാക്കിയതാണോ? ലേഖനമാണോ? നോവലാണോ? ചെറുകഥയാണോ? കവിതയാണോ? സമാഹാരമാണോ? ലേഖന സംരംഭങ്ങളാണോ? ഒന്നുമല്ല പ്രിയപ്പെട്ടവരെ. മക്കാമണ്ണിന്റെ മണലാരുണ്യങ്ങളെ അത്ഭുതപ്പെടുത്തിയിട്ട് 23 വർഷക്കാലം കൊണ്ട് പ്രവാചകര് കൈകൊണ്ട് എഴുതിയുണ്ടാക്കിയതല്ല ഖുർആൻ. അതുകൊണ്ടാണ് പ്രവാചകർക്ക് എഴുത്തും വായനയും അല്ലാഹു പഠിപ്പിച്ചു കൊടുക്കാത്തതെന്ന് എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ചിന്തിക്കുക. എന്തുകൊണ്ട് പ്രവാചകർക്ക് എഴുത്തും വായനയും അറിയില്ല? നമ്മുടെ പ്രവാചകർക്ക് എഴുത്തറിയില്ല, നമ്മുടെ പ്രവാചകർക്ക് വായിക്കാൻ അറിയില്ല, പാരായണം ചെയ്യാൻ നോക്കി വായിക്കാൻ പ്രവാചകർക്ക് അറിയില്ല. എല്ലാ കഴിവും കൊടുത്ത പടച്ച തമ്പുരാൻ എന്തുകൊണ്ടിത് കൊടുത്തില്ല? എന്തുകൊണ്ടിത് കൊടുത്തില്ല? എല്ലാ കഴിവും കൊടുത്തു, എല്ലാ സൗഭാഗ്യവും കൊടുത്തു. ആകാശലോകത്തിന്റെ അറകൾ തുറന്ന് അത്യത്ഭുത ലോകത്തിലേക്ക് മലക്കുകൾക്ക് പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത, മലക്കുകൾക്ക് പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത ലോകത്തിന്റെ അതിശയത്തിന്റെ കവാടം തുറന്നുകൊണ്ട് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ പോലും ഇനി എനിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് വരാൻ കഴിയില്ല നബിയേ, അവിടെ നിന്ന് കടന്നു ചെല്ലുക എന്ന് പറഞ്ഞ് പ്രവാചകന് കവാടം തുറന്ന് പറഞ്ഞു വിട്ടുപോയെങ്കിൽ ആ അനുഗ്രഹങ്ങളും ആ അത്ഭുതങ്ങളും ആ അതിശയങ്ങളും മുഴുവനും കൊടുത്ത പടച്ച തമ്പുരാൻ എന്തുകൊണ്ട് അല്ലാഹു റസൂലുള്ളാഹിക്ക് എഴുതാനും വായിക്കാനും പഠിപ്പിച്ചു കൊടുത്തൂടെ? തീർച്ചയായിട്ടും കഴിയും അല്ലാഹുവിന്. പക്ഷെ അല്ലാഹു എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു മറുപടിയേ ഉള്ളൂ. എന്തേ? പിൽക്കാലത്ത് പ്രവാചകർ ഖുർആൻ എഴുതിയുണ്ടാക്കിയതാണെന്ന് പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നബിയെ നിങ്ങൾ എഴുത്തും വായനയും പഠിക്കണ്ട. പിൽക്കാലത്ത് ആരെങ്കിലും പറയും മുഹമ്മദ് നബി ഖുർആൻ എഴുതിയുണ്ടാക്കിയതാ, പ്രവാചകർ ഖുർആൻ എഴുതിയുണ്ടാക്കിയതാണ്. ആ ഒരു വർത്തമാനം പറയാൻ ഇടവരുത്തരുത്. അതുകൊണ്ട് ഖുർആൻ പ്രവാചകൻ എഴുതിയുണ്ടാക്കിയതല്ല. പിന്നെ എന്താണ് ഖുർആൻ? കണ്ണൂരിലെ കവ്വായിയുടെ ഭവനത്തിന്റെ അകത്തിരിക്കുന്ന ഖുർആൻ പിന്നെ എന്താ? അള്ളാഹുവിന്റെ റസൂൽ തന്നെ ഇതിനെ കുറിച്ച് പറഞ്ഞത് ഹിയ കലാമുല്ലാഹ്, അത് അള്ളാഹുവിന്റെ സംസാരങ്ങളാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞ കാര്യങ്ങളാണ്. ബൈബിള് പോലെ ആരും എഴുതി തയ്യാറാക്കിയതല്ല, മറ്റ് വേദഗ്രന്ഥങ്ങളെ പോലെ കലാസമാഹാരമല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ എന്നത് അത് പടച്ച തമ്പുരാന്റെ സംഭാഷണമാണ്, കലാമാണ്, അള്ളാന്റെ സംസാരമാണ് പരിശുദ്ധ ഖുർആൻ. ആ പടച്ച റബ്ബിന്റെ സംസാരമാണ് എന്റെയും നിങ്ങളുടെയും വീട്ടിന്റെ അകത്ത് അലമാരയിൽ ഇരിക്കുന്നത് എന്ന പൂർണ്ണമായ ബോധം എന്റെ സഹോദരങ്ങൾക്ക് ഉണ്ടാവണം. അള്ളാന്റെ സംസാരമാണ്. അതുകൊണ്ടാണ് അതിനോട് ഇത്ര ആദരവ് വേണമെന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ് അതിനോട് ഇത്ര ബഹുമാനം വേണമെന്ന് പറഞ്ഞത്. 250ഓളം വരുന്ന കേരളത്തിനകത്ത് പഠിക്കുന്നവർ, സേവനം ചെയ്യുന്നവർ, പഠിച്ചവരായ ഹാഫിളീങ്ങൾ ഇവിടെ വന്നിട്ട് നാളെ മുതൽ ഖുർആൻ പാരായണം മത്സരം നടത്തുകയാണ്. എന്തൊരു അത്ഭുതമാണ്! കവ്വായി എന്ന നാടിന് എന്തൊരു അനുഗ്രഹമാണ് അള്ളാഹു തന്നിരിക്കുന്നത്. എത്ര മഹത്തരമായ കാര്യമാണ് ഇവിടെ നടക്കുന്നതെന്നറിയോ? നിങ്ങൾക്ക് ആ പ്രോഗ്രാം ഒന്ന് കേൾക്കാൻ കഴിഞ്ഞാൽ, ഞാൻ കൊതിച്ചുപോയി. ഞാനിപ്പോൾ ഇച്ചിരി നമ്മുടെ കാരുണ്യ പ്രവർത്തനങ്ങളുമായി നമ്മുടെ നാട്ടിലെ ഒരു ആതുരാലയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇച്ചിരി തിരക്കായതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ആ ഖുർആൻ പാരായണ മത്സരം കാണുക എന്നത്, കേൾക്കുക എന്നത് ജീവിതത്തിൽ ഒരു വലിയ ഹരം തന്നെയാണ്. എന്ത് രസമായിരിക്കും! ഏതൊക്കെ മോഡലിൽ ഖുർആൻ മുതൽ കേൾക്കാം. കേരളത്തിന് പുറത്തുള്ള 5 ജഡ്ജസ്മാർ, കേരളത്തിനകത്തുള്ള മറ്റുള്ളവർ, അങ്ങനെ വന്ന് അവർ വിധി എഴുതും. ആരാണ് ഏറ്റവും നല്ല മാധുര്യത്തിൽ ഖുർആൻ ഓതുക? വലിയ പ്രയാസമാണ്. പട്ടുമാല് പോലെ മാർക്കിടാൻ പോണ പോലെ അല്ലത്. 14 രാവിലെ മാർക്കിടാൻ പോണ പോലെ അല്ല ഇത്. കണ്ടവന്റെ തോളത്ത് കയറി നിരങ്ങുന്ന സംഗീതോപകരണങ്ങൾ കൊണ്ട് തട്ടിക്കളിക്കുന്ന വർത്തമാനകാലത്തിന്റെ നാണക്കേടുണ്ടാക്കുന്ന സംഭവങ്ങളല്ല. ഇത് അള്ളാഹുവിന്റെ കലാമിനെ അതരത്തിലൂടെ മനുഷ്യന്റെ കൽബിനെ മാസ്മരികമായി മയക്കാൻ പറ്റുന്ന ഒരു ആനന്ദ ലഹരിയാണ്. അത് പാരായണം ചെയ്ത് തുടങ്ങിയത് മുതൽ അത് ആ മത്സരം തീരുന്നത് വരെ എന്തൊരു അത്ഭുതമാണ്. 15 ഹാഫിളീങ്ങൾ അവസാനം അൽഹംദുലില്ലാഹ് ഫൈനലിസ്റ്റ് ആയിട്ട് വരും. ആ 15 പേർക്കും ക്യാഷ് അവാർഡ് കൊടുക്കും, 15 പേർക്കും മൊമെന്റ് കൊടുക്കും, 15 പേർക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കും. അവസാനം അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഏറ്റവും നല്ല ശബ്ദമാധുര്യവും അർത്ഥ ഗാംഭീര്യ ശ്രദ്ധയും തജ്വീദും
അതുപോലെ തദ്ബീദും ഒക്കെ അനുസരിച്ചുള്ളവർക്ക് സമ്മാനം കൊടുക്കും. 1-ാം സമ്മാനം. എന്തൊരു ത്യാഗമാണ് ഇവർ ചെയ്യുന്നത്. ഇതുവരെ UAE-യിലെ എന്റെ പ്രിയപ്പെട്ട ഖവായിം മുസ്ലിം യൂത്ത് സെന്റർ, ഷാഖാ മുസ്ലിം ലീഗും ചേർന്ന് ഇവിടെ നടത്തിയ പ്രോഗ്രാമുകളിൽ അവർ ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങളിൽ ഏറ്റവും അധികം അള്ളാഹുവിന്റെ മാലാഖമാർ മഴത്തുള്ളി പോലെ പറന്നിറങ്ങാൻ മാത്രം പവറുള്ള, ഗമയുള്ള, ഭംഗിയുള്ള ഒരു പ്രോഗ്രാമായിരിക്കും ഇത്. ഒരു സംശയവും ആ കാര്യത്തിലില്ല. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച, അതിനുവേണ്ടി സാമ്പത്തികം ചെലവഴിച്ച, അതിനുവേണ്ടി ത്യാഗം ചെയ്ത ഈ നാട്ടിലെ പ്രിയപ്പെട്ടവർക്ക് അല്ലാഹു അർശിന്റെ തണൽ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരിമാരെ, നമ്മുടെ വീട്ടിന്റെ അകത്തിരിക്കുന്ന ഖുർആൻ നമുക്ക് തരുന്ന രക്ഷയും നമുക്ക് തരുന്ന ശിക്ഷയുമാണ് ഇന്ന് നിങ്ങളോട് പറയുന്നത്. നമുക്ക് രക്ഷ തരുന്നുണ്ട്, നമുക്ക് ശിക്ഷ തരുന്നുണ്ട്. ആ റോഡിൽ നിൽക്കുന്ന സഹോദരങ്ങൾ ദയവ് ചെയ്ത് റോഡിൽ തിരക്കുണ്ടാക്കാതെ അള്ളാന്റെ ഖുർആനെ കുറിച്ച് പറയുന്ന ഈ പുണ്യ സദസ്സിൽ കസേരകളിൽ വന്നിരിക്കാൻ മനസ്സ് കാണിച്ചാൽ നിങ്ങൾക്ക് അള്ളാഹു നല്ല കൂലി തരും. അവിടെ നിന്നാലും പ്രതിഫലം കിട്ടും, പക്ഷേ ഇവിടെ വന്നിരിക്കുന്നതിന്റെ പ്രതിഫലം കിട്ടൂല. അതുകൊണ്ട് ആരെയും നിർബന്ധിക്കുകയല്ല. താല്പര്യമുള്ളവർക്ക് ഇൻഷാ അല്ലാഹ് വന്നിരിക്കാം. സന്തോഷത്തോടുകൂടി ഇത് കേട്ടുകൊണ്ട് പോകുന്നവർക്ക് അൽഹംദുലില്ലാഹ് കേട്ടുകൊണ്ട് പോകാം. അല്ലാത്തവർക്ക് അവിടെ തന്നെ നിൽക്കാം. അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ തോട്ടത്തിൽ എത്തി നോക്കാൻ മാത്രമുള്ള യോഗ്യതയെ എനിക്കുള്ളൂ എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ അതിനെ മാറ്റാൻ ആർക്കും കഴിയില്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കിട്ടുന്ന സൗഭാഗ്യങ്ങളെ സന്തോഷത്തോടെ പോയി നേടിയെടുക്കാൻ പറ്റുന്ന ഈമാനികമായ ഒരു മനസ്സ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. കലാം എന്ന് പറഞ്ഞാൽ അള്ളാന്റെ സംസാരം. നബിതങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാം മുഖാന്തിരം നബിതങ്ങൾ പഠിച്ചെടുത്ത പരിശുദ്ധ ഖുർആൻ ജബൽ ഹിറ ഗുഹ തന്നിൽ ദൂതർ ഇരിക്കുമ്പോ ജഗം പ്രഭ പരത്താൻ വഹിയേകിയേ ജഗപരിപാലനത്തിനാഥൻ ഇഖ്റഉ ജിബ്രീലും ഹിറയിൽ വന്നോദിയേ. ആരംഭ റസൂലിന്റെ ഹദറത്തിലേക്ക് ആദ്യമായി മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നിട്ട് ആ പ്രവാചകന്റെ സവിധത്തിൽ വന്നിട്ട് ഇഖ്റഉ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റഉ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ചവനാര പടച്ചവന്റെ നാമത്തിൽ പാരായണം ചെയ്യുക എന്ന അല്ലാഹുവിന്റെ ഖുർആനിന്റെ പ്രാരംഭത്തിന്റെ പ്രകാശാക്ഷരങ്ങളെ പ്രവാചക സമക്ഷത്തിൽ പാരായണം ചെയ്യുമ്പോ എനിക്കറിയില്ല, എനിക്ക് പാരായണം ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞ മുത്തുനബി തങ്ങളെ ചിറക് കൊണ്ട് ചേർത്ത് പിടിച്ചു ജിബ്രീൽ. എന്നിട്ട് പ്രവാചകർക്ക് പാരായണം ചെയ്യിപ്പിച്ചു കൊടുത്തിട്ട് സന്തോഷത്തോടെ പറഞ്ഞു വിട്ട ജിബ്രീൽ. അവിടെ മുതലാണ് ഖുർആനിന്റെ മനോഹരമായ പ്രഭയും പ്രകാശവും അറേബ്യൻ മണ്ണിൽ പടർന്നു പിടിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ, ആ പരിശുദ്ധ ഖുർആനെ നിഷേധിക്കാൻ പാടില്ല. അത്ഭുതത്തോടെ ഞാനും നിങ്ങളും സ്വീകരിക്കുക. നമ്മുടെ വീട്ടിന്റെ അകത്തിരിക്കുന്ന പരിശുദ്ധ ഖുർആനിൽ നിന്ന് പിന്തിരിഞ്ഞു ഓടാൻ പാടില്ല. ഖുർആൻ പറയുന്നു, ഇന്നല്ലദീന കഫറൂ ബിആയാതില്ലാഹ്, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചവരാരാ? പടച്ചതമ്പുരാന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചവരാരാ? പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. അല്ലാഹുവിന്റെ ഖുർആൻ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. അതിനെ നിഷേധിച്ചവരാരാ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ലഹും അദാബുൻ ശദീദ്, അവർക്ക് ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കുമെന്ന് ഖുർആൻ. പടച്ചതമ്പുരാന്റെ ദൃഷ്ടാന്തമാകുന്ന ഖുർആനിനെ നിഷേധിച്ചവരാരാ? ചവിട്ടിപ്പേച്ചവരാരാ? അവർക്ക് ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. ആ ശിക്ഷ ഞങ്ങൾക്ക് തരല്ല തമ്പുരാനെ. ഞങ്ങൾ ഇന്നു മുതൽ ഖുർആൻ സ്വീകരിക്കുന്നവരാ, ഞങ്ങൾ ഇന്നു മുതൽ ഖുർആനെ ഉൾക്കൊള്ളുന്നവരാ, ഞങ്ങൾ ഇന്നു മുതൽ ഖുർആനെ സ്വീകരിക്കുന്നവരാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖുർആൻ നിങ്ങൾക്ക് തരുന്ന രക്ഷകൾ എന്തൊക്കെയാണ്? പഠിച്ചുകൊള്ളുക. കവാരയിൽ വന്നവരെ 250 ഹാഫിദീങ്ങൾ ഖുർആനോട് ഈ കവാരയുടെ കണ്ണൂരിന്റെ മാസമരികമാര അന്തരീക്ഷത്ത് ഖുർആനിന്റെ മനം മരക്കുന്ന മാധുര്യത്തിന്റെ ലഹരിയിലെത്തിക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവര്, എത്ര വലിയ സംഗീതജ്ഞന്റെ സംഗീതത്തെക്കാൾ മനസ്സിന് ആസ്വാദനമാണ് പരിശുദ്ധ ഖുർആൻ. എത്ര മദാലസകൾ ഇളകി മറിയുന്ന മെഗാഷോകൾ കണ്ട് മയങ്ങിപ്പോര കണ്ണൂർ ജില്ലയുടെ പെങ്ങളെ, കണ്ണൂർ ജില്ലയുടെ മണ്ണിനോട് പറയട്ടെ,
ന്യൂ ഇയർ വരുമ്പോ, ഓണം വരുമ്പോ, ക്രിസ്മസ് വരുമ്പോ, ആഘോഷങ്ങൾ ഫെസ്റ്റിവലിന്റെ പേര് പറഞ്ഞിട്ട് ആടിത്തുമർക്കുന്ന അന്തരീക്ഷത്തില് തുണിയുരുന്നാടുന്നവർക്ക് കയ്യടി കിട്ടുന്ന കാലഘട്ടമാ. മതാലസകളാണ് സിനിമാ സുന്ദരിമാര് തന്റെ മാറും പള്ളയും പുറത്ത് കാണിച്ച് നികാശോ എന്ന് പേരിട്ടുകൊണ്ട് നരകത്തിന്റെ വിറകുകൊള്ളിയായി സ്വയം ചമഞ്ഞിട്ട് നൃത്തം ചവിട്ടുന്ന ചുവടുകളെ കണ്ട് ആനന്ദലഹരിയിൽ ആറാടിയ കണ്ണൂരിന്റെ മക്കള് ആഘോഷങ്ങൾ കണ്ട് മതിമറന്നിട്ട് കയ്യടിച്ചു പോര എന്റെ പ്രിയപ്പെട്ട മുസ്ലിം നാമധാരികളായ മക്കള്. ആരംഭ റസൂൽ ആസ്വദിച്ചത് ഖുർആനിന്റെ മാസുമരികര കേട്ടിട്ടാണ്. സഹാബികൾ ആനന്ദലഹരിയിൽ നൃത്തം ചവിട്ടിയത് നല്ല ശബ്ദമാധുര്യമുള്ളവർ ഖുർആൻ ഓതിയിട്ടാണ്. ഇസ്ലാമിക ചരിത്രമെങ്ങും അത്ഭുതത്തോടെ കണ്ടത് വശ്യചാരിതയുള്ള ഖുർആനിന്റെ മനോഹാരിത കേട്ടതുകൊണ്ടാണ് എന്റെ കണ്ണൂർ ജില്ലയിലെ പ്രിയപ്പെട്ടവര്. എന്നാൽ നമ്മൾ ആനന്ദലഹരിയിൽ ആറാടാനുള്ളത് അത് ഖുർആനിലൂടെ തന്നെയാണ്. നമ്മുടെ ഖുർആൻ ലോകത്തെ വെല്ലുവിളിച്ച ഒരേ ഒരു ഗ്രന്ഥമാ. മഹാഭാരതത്തിന് കഴിഞ്ഞിട്ടില്ല, ഭഗവത്ഗീതയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഒരുപാട് കാലിക പ്രസക്തമായ മാറ്റങ്ങൾ അനിവാര്യമായി വന്നപ്പോ മാറ്റി എഴുതിയ ബൈബിളിന്റെ പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും കഴിഞ്ഞിട്ടില്ല, ഫാദർമാർക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ കണ്ണൂർ ജില്ലയുടെ പയ്യന്നൂരുള്ള തളിപ്പറമ്പിലുള്ള ഒരു പള്ളിയുടെ മിഹ്റാബിൽ നിന്നുകൊണ്ട് ഒരു ഖുർആനിന്റെ ആയത്തെടുപ്പ് കയ്യിൽ വെച്ചിട്ട് ശക്തമായി വെല്ലുവിളിക്കാൻ ഇസ്ലാമിന്റെ പണ്ഡിതന് കഴിയുന്നതെന്തുകൊണ്ട്? അത് അല്ലാഹുവിന്റെ കലാമായതുകൊണ്ടാണ്, അത് പടച്ചതമ്പുരാന്റെ സംഭാഷണമായതുകൊണ്ടാണ്. അല്ലാതെ ആർക്കാണ് വെല്ലുവിളിക്കാൻ പറ്റുക? അള്ളാന്റെ ഖുർആൻ കയ്യിലെടുത്തു വെച്ചുകൊണ്ട് വെല്ലുവിളിക്കാൻ കഴിയുന്നത് ആ ഖുർആൻ സത്യമാണെന്ന ബോധമുള്ളത് കൊണ്ടാണ്. ഈ ഖുർആനുമായി ബന്ധപ്പെട്ട് ഞാൻ മുമ്പോട്ട് പോയാൽ എനിക്ക് അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയുമെന്ന ഒരു ഉറപ്പ്, ആ ഒരു ഉറപ്പുള്ളത് കൊണ്ടാണ് ഏതൊരു ഇമാമിങ്ങളും ഖുർആൻ എടുത്തു വെച്ച് സവിസ്തരം പ്രതിപാദിക്കുന്നത്. ആ ഖുർആനെ കുറിച്ച് ആധികാരികമായി നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് കഴിയുന്നത് എന്തുകൊണ്ടാ പ്രിയപ്പെട്ടവർ? ആ ഖുർആൻ അള്ളാന്റെ കലാമാണ് എന്ന് 100% ഉറപ്പുള്ളത് കൊണ്ടാണ്. നമ്മുടെ വീട്ടിനകത്തിരിക്കുന്ന ഖുർആൻ ആരെങ്കിലും എഴുതി വെച്ച ലേഖനങ്ങളുടെ കൂടെ, നോവലുകളുടെ കൂടെ അടുക്കുവെക്കാനുള്ളതല്ല. അവിടെ ചെന്നാൽ നമുക്ക് ആ ഖുർആനിന്റെ അരികിലെത്തുമ്പോൾ നമുക്ക് തോന്നണം, അല്ലാഹുവേ ഇത് പടച്ച റബ്ബിന്റെ കലാമാണ്. മുത്തറസൂല് പറയുന്നു, നിങ്ങൾക്ക് അല്ലാഹു തരുന്ന ഒന്നാമത്തെ രക്ഷ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. ഖുർആൻ പഠിക്കുന്നവരെയും ഖുർആൻ പഠിപ്പിക്കുന്നവരെയും നിങ്ങളിൽ ഏറ്റവും ഉത്തമരും ഉത്കൃഷ്ടരുമാക്കി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാറ്റുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഖുർആൻ പഠിക്കുന്നവരെയും പഠിപ്പിക്കുന്നവരെയും നിങ്ങളിൽ ഏറ്റവും ഉത്തമരും ഏറ്റവും ഉത്കൃഷ്ടരുമാക്കി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാറ്റുന്നു എന്നതാണ് ഏറ്റവും വലിയ സത്യം. ഖുർആൻ പഠിക്കുന്നവരെയും പഠിപ്പിക്കുന്നവരെയും. നമ്മുടെ നാട്ടിൽ ഖുർആൻ പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കുമാണോ വിലയുള്ളത്? അതല്ല മറ്റ് ആർക്കെങ്കിലുമാണോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഖുർആൻ പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കുമാണോ വിലയുള്ളത്? കുറെ ആളുകൾ അതിന്റെ വില കളഞ്ഞു, ശരിയാണ് അല്ലേ? പണ്ഡിതൻ എന്ന പേരിട്ടുകൊണ്ട് ഈ സമുദായത്തെ ചവിട്ടിയരിക്കാനും ഈ സമുദായത്തിന്റെ ഇസ്സത്ത് കളഞ്ഞു കുളിക്കാനും ഈ സമുദായത്തിൽ അവരെ പിന്തുണയ്ക്കുന്നവരെ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ഒറ്റിക്കൊടുക്കാനും ഒക്കെ ചില പണ്ഡിത വേഷം ധരിച്ചവർ തയ്യാറായി വന്നത് ഒരുപക്ഷെ ഞാൻ ഈ പറയുന്ന ഒരു രീതിക്ക് എതിരായിരിക്കാം. അല്ലാഹു തആല പുറത്തു കൊടുക്കുമാറാകട്ടെ. എന്തോ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും. ആരുടെ കയ്യിലും സാമ്പത്തികമില്ല, ആരുടെ കയ്യിൽ കാശില്ല. എൻ്റെ നാട്ടിലൊരു സാധുവായ ഒരു ഉസ്താദ് പറഞ്ഞത് 1000-ൻ്റെയും 500-ൻ്റെയും നോട്ടിന്റെ പ്രതിസന്ധി മാറാതിരിക്കാൻ ഉസ്താദ് ദ്വാരക്കണം എന്നാണ്. ഞാൻ ചോദിച്ചു, എന്തേ എങ്ങനെ പറയാൻ കാരണം? അല്ലെ, ഒരു സിനിമാ നടൻ അങ്ങനെ പറഞ്ഞിട്ട് ഇതുവരെ അതിന്റെ ക്ഷീണം മാറിയിട്ടില്ല. കേരളത്തിൽ 125 കോടി ലാഭം കൊയ്ത ഒരു സിനിമയുണ്ടത്രേ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഇറങ്ങിയത്. അത് യഥാർത്ഥത്തിൽ ഞാൻ ഈ സദസ്സിൽ നിന്നുകൊണ്ട് പറയുന്നു, അത് ഈ കേരള ജനതയെ പറ്റിച്ച വെറും ഒരു പച്ചക്കള്ളമാണ്. നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല? 125 കോടി രൂപ മുടക്കി കേരളത്തിൽ ഒരു പൊന്നുപോലെന്ന് സിനിമ കാണത്തില്ല. അത്ര വലിയ ഹരമൊന്നുമല്ല. ഒരു മാസം കഴിയുമ്പോൾ എല്ലാ യുവാക്കളുടെ മൊബൈലിലും ആ സിനിമ വരും. അതുകൊണ്ട് ഇത്രയും കാശ് മുടക്കിയിട്ട് കേരളം ആ സിനിമ സ്വീകരിക്കൂല, ഇന്ത്യ രാജ്യവും സ്വീകരിക്കൂല. പിന്നെ എന്തുകൊണ്ടാണ് അവരങ്ങനെ ഒരു വാർത്ത പുറത്തുവിട്ടതെന്ന് ചോദിച്ചാൽ, അതിൽ അഭിനയിച്ച ഒരു നടൻ കേരളത്തിൽ ക്യൂ നിൽക്കുന്നവരെ പുച്ഛിച്ചിട്ട് പറഞ്ഞ ഒരു വർത്തമാനമുണ്ടല്ലോ, അത് തന്നെ മതി അത് മനസ്സിലാക്കാൻ. അവരൊക്കെ അവരുടെ കള്ളപ്പണത്തെ വെളുപ്പിക്കാൻ വേണ്ടി കണ്ടെത്തിയ വലിയൊരു മാർഗമാണ്. നമ്മൾ പറയും, നമ്മുടെ നടന് കണ്ടില്ലേ, കണ്ടാളിയാ സൂപ്പറാണ്,
നിന്നെ കൊണ്ട് പറ്റുമോ, നിന്റെ നടനെ കൊണ്ട് പറ്റുമോ, അതൊക്കെ നമ്മളെ അണ്ണനാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ അനാവശ്യമായിട്ട് കൈയടിച്ച് അവന് വേണ്ടി പിന്തുണച്ച് ഏഴാം കൂലികളെ പോലെ നമ്മൾ അതപ്പൊതിക്കൂലേ? എന്ത് നേട്ടം അതുകൊണ്ട് നമുക്ക് കിട്ടി? ആർക്കാണിതുകൊണ്ട് ക്ഷീണം? ഞാൻ പറഞ്ഞു, ആ പ്രിയപ്പെട്ട ഉസ്താദിനോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ആ പൈസ ഇങ്ങനെ ഇപ്പോഴത്തെ ആ പ്രതിസന്ധി മാറണ്ടെന്ന് പറയാൻ കാരണം? അപ്പൊ പറഞ്ഞു, ഉസ്താദ് എനിക്ക് ആദ്യമായിട്ട് മൗലിദിന് പോയപ്പോൾ 2000 രൂപ കൈമടക്ക് കിട്ടിയെന്ന് പറഞ്ഞു. കാരണം എന്താ? വേറൊന്നും കൊടുക്കാനില്ലാത്തതുകൊണ്ട് 2000-ന്റെ നല്ല നോട്ടുണ്ടായിരുന്നത് മുസ്ലിയാരി കൊടുത്താൽ മുസ്ലിയാർ വിചാരിച്ചു ഒരു 6 മാസം ഇങ്ങനെ പോവുകയാണെങ്കിൽ അൽഹംദുലില്ലാ നമ്മുടെ ചെറിയ ബാധ്യതയൊക്കെ ഏകദേശം അങ്ങ് തീർന്നോളും എന്നുള്ള ചിന്തയാണ്. യഥാർത്ഥത്തിൽ ആ അദ്ദേഹം പറഞ്ഞതിൽ അദ്ദേഹത്തിന് ന്യായീകരണമുണ്ടെങ്കിലും ഈ കേരളം, ഈ ഇന്ത്യ രാജ്യം ഇതിൽ പരം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ, സാമ്പത്തിക പ്രതിസന്ധി ഘട്ടത്തിൽ വീണിട്ടില്ല. ചില ആളുകൾ വിചാരിക്കും കണ്ണൂരും കാസർഗോഡും മലബാറിലൊക്കെ ഉള്ള മുസ്ലിങ്ങളെ പെട്ടിയിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിയമം കൊണ്ടുവന്നതെന്ന്. ഒരുത്തനും ആരെയും പെട്ടിയിലാക്കൂല. അവർക്കൊക്കെ അറിയാം കാശ് സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ സൂക്ഷിക്കണമെന്നും അറിയാം, എങ്ങനെ ചിലവഴിക്കണമെന്നും അറിയാം. ആ വിഷയത്തിൽ ആരും കഷ്ടപ്പെടേണ്ട. കഷ്ടപ്പാട് വന്നത് കേരളത്തിലെ സാധുക്കളായ മുസ്ലിങ്ങൾക്കും ഹൈന്ദവർക്കും ക്രിസ്ത്യാനികൾക്കുമാണ്. ഒരു സമ്പന്നനും ഒരു കഷ്ടപ്പാടുമില്ല, വെറുതെ ഡയലോഗ് അടിക്കുകയാണ്. ഏറ്റവും അധികം കഷ്ടപ്പാട് വന്നത് പാവപ്പെട്ടവർക്ക്. മുസ്ലിങ്ങളെ പൂട്ടാനായിട്ട് ആരും നോട്ട് നിരോധിക്കേണ്ട. മൊത്തം നോട്ട് നിരോധിച്ചാലും മുസ്ലിങ്ങളുടെ കാര്യത്തിൽ അൽഹംദുലില്ലാ അവർക്ക് അള്ളാഹു ഹലാലായ വരുമാനമാണെങ്കിൽ അതിന് വഴി പടച്ചവൻ കാണിച്ചു കൊടുത്തോളും. പക്ഷേ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ പ്രതിസന്ധി ഘട്ടത്തിൽ, ആ പ്രയാസത്തിൽ നിൽക്കുന്ന നിങ്ങളോട് ഏറ്റവും വലിയ ഉത്തമരാരാണ്, ഉത്കൃഷ്ടരാരാണ്, ഏറ്റവും അധികം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പേ ഏറ്റവും വലിയ പദവിയും സ്ഥാനവുമുള്ളവരാരാണ്? ആരംഭ റസൂൽ പറഞ്ഞു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആൻ. ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ്. ഖുർആൻ പഠിക്കുന്നവരാണ്, പഠിപ്പിക്കുന്നവരാണ്. അവർക്കാണ് ഏറ്റവും വലിയ ഉന്നത സ്ഥാനം അല്ലാഹു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ കൊടുക്കണ്ട. നിങ്ങൾ കൊടുക്കുന്ന സ്ഥാനമല്ല, നിങ്ങൾ കൊടുക്കുന്ന വിലയല്ല, നിങ്ങൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് അല്ല. ചിലപ്പോൾ കുറഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്നവരാകാം, ചിലപ്പോൾ ചെറിയ ഒരു പള്ളിയിലെ ഇമാമാകാം, ചിലപ്പോൾ അരപ്പട്ടിണിയും മുടിപ്പട്ടിണിയുമായി കഴിയുന്നവരാകാം, ചിലപ്പോൾ ദാരിദ്ര്യത്തിന്റെ നീർച്ചുടിയിൽ കിടന്ന് കഷ്ടപ്പെടുന്നവരാകാം. പക്ഷെ അള്ളാഹു അവർക്ക് കൊടുത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, നിങ്ങളാണ് ഉന്നതർ, നിങ്ങളാണ് ഉത്തമർ, നിങ്ങളാണ് ഉന്നത സ്ഥാനത്തിലിരിക്കുന്നവർ. ഇത് അല്ലാഹു കൊടുത്ത മാർക്കാണ്, ഇത് പടച്ചതമ്പുരാൻ കൊടുത്ത മാർക്കാണ്. ആ മാർക്കിനെ തടയാൻ ആർക്കും കഴിയില്ല പ്രിയപ്പെട്ടവരെ. അതുന്നതമായ സ്ഥാനമാണ്, അതുന്നതമായ പദവിയാണ്. ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്ന ആ സ്വീകരണമാണ്. നമ്മുടെ നാട്ടിൽ ഇന്ന് പള്ളികളിലൊക്കെ പല ബാങ്ക് വിളിക്കുന്നവരും ആസാമിൽ നിന്ന്, ബീഹാറിൽ നിന്ന്, ബംഗാളിൽ നിന്ന് വന്നവരാണ്. എന്തുകൊണ്ട്? മുതലാളിയുടെ വീട്ടിൽ നിന്ന് ചാക്കും ചുമടും ഒക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ആ എടുത്തുകൊണ്ട് നിൽക്കുന്നവൻ ഹാഫിളാണെന്ന് മുതലാളി അറിഞ്ഞിരുന്നില്ല. നമ്മുടെ നാട്ടിലെ ഒരു പള്ളിയിലെ മുഅദ്ദി സാഹിബായിട്ടിരിക്കുന്നത് ആസാമിലെ ഒരു പ്രിയപ്പെട്ട സഹോദരനാണ്. ഇന്ന് ആ സഹോദരൻ ആദ്യം വന്നപ്പോൾ ചെറിയ ബർമൂടയും ടീഷർട്ടൊക്കെ ആയിരുന്നു. മുതലാളി ചുമടൊക്കെ എടുക്കാൻ പറഞ്ഞു. പക്ഷെ റമളാനായപ്പോ ആ വീട്ടിൽ എല്ലാവരും ഖുർആൻ ഓതിയപ്പോ യവൻ പോയിട്ട് പറഞ്ഞു, എനിക്കും ഒരു ഖുർആൻ വേണം. അങ്ങനെ മുതലാളി ഖുർആൻ കൊടുത്തു. കളിയാക്കിയിട്ടാ കൊടുത്തത്. അവൻ വീടിന്റെ സിറ്റ് ഔട്ടിൽ അവന് താമസിക്കാൻ കൊടുത്ത സ്ഥലത്തിരുന്നിട്ട് നല്ല ദൂരം കൂടെ ഖുർആൻ ഓതാൻ തുടങ്ങി. ആ ഖുർആൻ ഓതൽ കേട്ടിട്ട് മുതലാളിയും മുതലാളിച്ചിയും എല്ലാ അച്ചിയും കൂടെ വന്നിരുന്ന് കരയാൻ തുടങ്ങി. കരഞ്ഞിട്ട് ആ മുതലാളിയുടെ വീടിന്റെ മഹലിന്റെ ചുറ്റുവട്ടത്തിലുള്ള ഒരു മനോഹരമായ മസ്ജിദില് അദ്ദേഹത്തെ മുഅദ്ദിനാക്കി. ബർമൂഡൻ ടീഷർട്ടും ഒക്കെ മാറ്റിയിട്ട് നല്ല മനോഹരമായതാ ഇവിടെ ഇട്ടുകൊണ്ട് നിൽക്കുന്ന കമീസ് പോലെ നല്ല കമീസൊക്കെ ഇട്ടത്, സുന്നത്തായ വസ്ത്രമാണ്, നല്ല പ്രതിഫലം കിട്ടും അതിന്. ആ കമീസൊക്കെ ഇട്ട് നല്ലൊരു മനോഹരമായ ഹുദവിക്കെട്ടൊക്കെ കിട്ടി. ഇന്ന് അദ്ദേഹം 5 നേരം ബാങ്ക് വിളിക്കുന്നു. എന്ത് രസമാണ് ആ ബാങ്ക് കേൾക്കാൻ, എന്ത് മനോഹരമാണ് ആ ബാങ്ക് കേൾക്കാൻ. അദ്ദേഹം ചുമട്ടു തൊഴിലാളിയായിരുന്നു, പക്ഷെ ഹാഫിളാണ് എന്ന് പിന്നീടാണ് മനസ്സിലായത്. അള്ളാഹു ഖുർആനിന്റെ മാധുര്യം കൊണ്ട് അദ്ദേഹത്തിന്റെ ശബ്ദം ഇനിയും 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 അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. നിങ്ങൾ ആമീൻ പറഞ്ഞു. ആർക്കെങ്കിലും ഒരു നന്മ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ. നിങ്ങൾ പറയാം അങ്ങനെ ഒരു ആസാമിന് നല്ല ശബ്ദം കിട്ടിയിട്ട് കണ്ണൂരുള്ള എനിക്കെന്ത് കിട്ടാനാ? അങ്ങനെ ചിന്തിക്കരുത്, അത് സ്വാർത്ഥതയാണ്. അള്ളാഹു ആ സഹോദരന് ശബ്ദം നിലനിർത്തി കൊടുക്കട്ടെ. അൽഹംദുലില്ലാ. അപ്പോ നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ്. പക്ഷെ നമ്മുടെ സഹോദരിമാർക്കൊന്നും അതിനൊരു താല്പര്യമില്ല. മകൾക്കൊരു കല്യാണാലോചന വന്നാൽ അത് മുസ്ലിയാരാണ് അല്ലെങ്കിൽ ഹാഫിളാണെന്നൊക്കെ പറഞ്ഞാൽ അതിന് വലിയ താല്പര്യമൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും വലിയ ബിസിനസ്സോ വലിയ കമ്പനിയിലൊക്കെ ജോലി ചെയ്യുന്നവനാണെങ്കിൽ അൽഹംദുലില്ലാ പട്ടിണിയില്ലാതെ പോവാം. അല്ലാതെ ഇങ്ങനെ ഒരു ഹാഫിദിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഒരു മയ്യത്തിൻ്റെ മണവും ഒരു അത്തറും പുരട്ടി ഇങ്ങനെ കൂടെ നടക്കും. ഒരു വലിയ റാഹത്തൊന്നും ഉണ്ടാവില്ല. സഹോദരിയും വിചാരിക്കും ടൂറ് പോകാനൊന്നും പറ്റത്തില്ല, ഇടയ്ക്കിടയ്ക്കെത്തി കറങ്ങാൻ പോകണമെങ്കിൽ
ഇക്ക ചുമ്മാ ദിക്കറും ചൊല്ലിക്കൊണ്ട് ഖുർആൻ ഓതിയ മൂലയിലേക്ക്. അതുകൊണ്ട് എനിക്ക് നല്ല സ്റ്റൈലൻ ഒരു ഭർത്താവിനെയാണ് വേണ്ടത് അല്ലേ. അങ്ങനെ ചിന്തിച്ച് ഇന്ന് കുടുംബജീവിതം താറുമാറായി. അത് വേറെ ഭാഗം, പോട്ടെ, അതൊന്നും ചർച്ച ചെയ്യാൻ നേരമില്ല. പക്ഷെ അല്ലാഹു പറഞ്ഞത് നിങ്ങളിൽ ഏറ്റവും ഉത്തമരും നിങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടരും ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ്. നിങ്ങൾ വില കൊടുക്കട്ടെ, നിങ്ങൾ വില കൊടുക്കാതിരിക്കട്ടെ, നിങ്ങൾ സന്തോഷം കൊടുക്കട്ടെ, നിങ്ങൾ സന്തോഷം കൊടുക്കാതിരിക്കട്ടെ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നവർക്കാണ് വലിയ വില കൊടുക്കുന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ അംഗീകരിച്ചവർക്കാണ് വലിയ നേട്ടമുള്ളത്. അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുന്നവർക്കാണ് വലിയ പദവിയുള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനല്ലാഹ് ആ രീതിയിലൂടെ ഖുർആനുമായി ബന്ധപ്പെടാനുള്ള മനസ്സ് അല്ലാഹു നമുക്ക് തരട്ടെ. നമ്മുടെ സമസ്ത ഇന്ന് മനോഹരമായ അൽബിർ എന്ന് പറയുന്ന ഒരു സ്കൂളിന്റെ മനോഹാരിതയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കുമരമ്പത്തൂർ ഉസ്താദിന്റെ ഖബർ അല്ലാഹുവേ ഇന്ന് 3 മണിക്ക് ഖബറിന്റെ അകത്തേക്ക് ബഹുമാനപ്പെട്ടവരുടെ മയ്യത്തിറക്കി വെച്ചു. അല്ലാഹുവേ ആ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ തമ്പുരാനെ. സ്വർഗത്തിന്റെ കവാടം ആ ദീനീ ഖാദിമാരെ എളിമയുടെ പര്യായമായ അല്ലാഹുവേ വാത്സല്യത്തിന്റെ ഉറവിടമായ അറിവിന്റെ നിറകുടമായ ആ ഉസ്താദിന്റെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. അൽബിർ എന്ന് പറയുന്ന ഒരു സ്കൂൾ തുടങ്ങി സമസ്ത 3 വയസ്സുള്ള 4 വയസ്സുള്ള കുഞ്ഞുമക്കൾക്കൊക്കെ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുകയാ. അവർക്ക് മനോഹരമായ ഖുർആനിന്റെ മാധുര്യം നുകരാനുള്ള അവസരം തുറന്നു കൊടുക്കുകയാണ്. അവർക്ക് ഏറ്റവും വലിയ സന്തോഷം ആ ഖുർആൻ പഠനത്തിലൂടെ സമസ്ത മുന്നോട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ചെറിയ മക്കളുടെ അവസ്ഥ എന്താ? അല്ലാഹുവേ 5 വയസ്സായാലും അവർ ഖുർആൻ അറിയുന്നില്ല, 10 വയസ്സായാലും അവർ ഖുർആനിന്റെ അത്ഭുതം അറിയുന്നില്ല, 20 വയസ്സായവർക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, 25 വയസ്സായിട്ട് പോലും അവർക്ക് പരിശുദ്ധ ഖുർആൻ ഒരു പ്രാവശ്യം പോലും ഒന്ന് ഓതി തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. അല്ലാഹുവേ ആ ഒരവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാകണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. കുഞ്ഞുമക്കളുടെ മനസ്സിൽ കല്ലിൽ കൊത്തിവെച്ച പോലെ ഖുർആൻ ഇരിക്കുമല്ലോ. അതുകൊണ്ട് അവരോട് പറഞ്ഞു മനസ്സിലാക്കിയിട്ട് ആ ഖുർആന്റെ മാധുര്യത്തിലേക്ക് വരെ കൊണ്ടുവരിക. ഇന്ന് നമ്മുടെ ഭവനങ്ങളിലെല്ലാം നമ്മുടെ മക്കൾ വലിയ ബുദ്ധിയുള്ളവരാണ്, നല്ല കഴിവുള്ളവരാണ്. ആ കഴിവുള്ള മക്കൾക്ക് ഖുർആൻ എടുത്തു വെച്ചു കൊടുത്താൽ എത്ര സന്തോഷമാണ്. എന്റെ നാട്ടിൽ 2 കണ്ണിനും കാഴ്ചയില്ലാത്ത ഒരു കുഞ്ഞുമകനുണ്ട്. തിരുവനന്തപുരം ജില്ലയുടെ വർക്കല എന്ന സ്ഥലത്താണ്. എന്റെ വീട്ടിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ പോയാൽ ആ പൊന്നുമോന്റെ വീട്ടിലെത്താം. ജന്മനാ കാഴ്ചയില്ലാത്തവനാണ്. അല്ലാഹുവേ ഇന്ന് ഖുർആൻ ഹാഫിളാ, ഇന്ന് ഖുർആൻ ഹാഫിളാ. ആ പൊന്നുമോന്റെ ഖുർആൻ ഓതൽ കേട്ടാ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ആ പൊന്നുമോന്റെ ഖുർആൻ ഓതൽ കേട്ടാ നമ്മുടെ മനസ്സുവല്ലാതെ മയങ്ങിപ്പോകും. ആ പൊന്നുമോന്റെ ഖുർആൻ പാരായണം കേട്ടാൽ അല്ലാഹുവേ കേൾക്കുന്നവരറിയാതെ കരഞ്ഞു പോകും. അത്ര രസമാണ്. 2 കണ്ണല്ലാഹു തന്നവരെ, ആരോഗ്യം അല്ലാഹു തന്നവരെ, ആഫിയത്ത് അല്ലാഹു തന്നവരെ, നമ്മളോ ആ ഖുർആൻ തൊട്ടിട്ട് എത്ര നാളായി ചെറുപ്പക്കാരാ. നമ്മുടെ വീടും തലമാരയിൽ അടുക്കി വെച്ചിരിക്കുന്ന ഖുർആൻ ഒന്ന് കൈകൊണ്ട് തൊട്ടിട്ട് എത്ര കാലമായി പെങ്ങള്, എത്ര കാലമായി ചെറുപ്പക്കാരാ. റമളാൻ മാസത്തിന്റെ 27-ാം രാവിൽ ഖത്തം തീർത്തിട്ട് മടക്കി വെച്ച ആ പരിശുദ്ധ ഖുർആൻ ഒന്ന് നിവർത്തി നോക്കണ്ടേ പ്രിയപ്പെട്ടവർ. ആരോരുമില്ലാത്ത ഖബറിന്റെ അകത്ത് നമ്മുടെ മയ്യത്ത് കൊണ്ടുവച്ച് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോ മരണമുറപ്പല്ലേ, എന്തായാലും മരിക്കുമെന്നുറപ്പല്ലേ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. അല്ലാഹു ജീവൻ തന്ന സർവ്വശരീരങ്ങളും മരണത്തിന്റെ രുചി അറിയുന്നതാണ്. അങ്ങനെ മരിക്കുമ്പോ നമ്മുടെ മയ്യത്ത് കൊണ്ടുവന്ന് പള്ളിപ്പറമ്പിന്റെ ഖബർസ്ഥാനിൽ വെച്ച് നമ്മുടെ മക്കളും നമ്മുടെ കുടുംബക്കാരും നമ്മുടെ ബന്ധുക്കളുമെല്ലാം നമ്മളെ പിരിഞ്ഞു പോകും, അതുറപ്പാണ്. അങ്ങനെ പോകുമ്പോഴല്ലാ ആ ഖബർ ഇരുട്ടല്ലേ. ഇവിടത്തെ വിലയും നിലയുമൊന്നുമില്ല. തോളത്ത് കൈയിട്ടുകൊണ്ട് നടന്ന കൂട്ടുകാരില്ല, ബന്ധുക്കളില്ല, സഹോദരങ്ങളില്ല, സുഹൃത്തുക്കളില്ല, ആരുമില്ല. ആ ഖബറിന്റെ അകത്ത് ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ അവിടെ 2 മലക്കുകൾ വരുമത്രേ. കണ്ണിൽ നിന്ന് തീപാറുന്ന ഇടിമുഴക്കത്തിന്റെ ശബ്ദമുള്ള 2 മലക്കുകൾ കടന്നു വന്നിട്ട് വമാ ഇമാ
ഇമാമുക, നിന്റെ ഇമാമാരാണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പള്ളിയുടെ മൗലിയാരെ പേര് പറയാൻ പറ്റില്ല, നമ്മുടെ ഇമാമിങ്ങളുടെ പേര് പറഞ്ഞാ പറ്റില്ല. വൽ ഖുർആനു ഇമാമീ, എന്റെ ഇമാമ് ഖുർആനാണെന്ന് പറയാൻ നിനക്ക് കഴിയണം. അങ്ങനെ കഴിയണമെങ്കിൽ ആ ഖുർആൻ പറഞ്ഞ പോലെ ജീവിക്കുക, ആ ഖുർആൻ പാരായണം ചെയ്യുന്ന വീട്ടിന്റെ ഉടമയാവുക. നിന്റെ മക്കൾ ഖുർആൻ ഓതണം, നിന്റെ ബന്ധുക്കൾ ഖുർആൻ ഓതണം. അല്ലാഹുവേ, ഒറ്റയ്ക്ക് കിടക്കുന്ന ഖബറിന്റെ അകത്താണ് ആ ഖുർആനിന്റെ വില എന്റെ ഉമ്മത്തെ നമ്മൾ അറിയാൻ പോകുന്നത്. ആ ഖുർആനിന്റെ നിലവാരം മഹത്വവും നമ്മൾ തിരിച്ചറിയാൻ പോകുന്നത്. അതുകൊണ്ട് പഠിച്ചോ, ഈ ലോകത്ത് ഏറ്റവും വലിയ ഉത്തമരും ഉൾക്കർത്തര് അവർ ഖുർആൻ പഠിച്ചവരാണ്, പഠിപ്പിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളെ ആ ഉത്തമരാക്കി മാറ്റാൻ നമ്മൾ പരിശ്രമിക്കണം കേട്ടോ. നമ്മുടെ മക്കൾക്ക് വലിയ ബുദ്ധിയാണ്. അവരെപ്പോഴും വാപ്പാടെ മൊബൈൽ ചോദിക്കും കളിക്കാൻ, ഉമ്മാടെ മൊബൈൽ ചോദിക്കും. ആ സമയത്തെങ്കിലും അവരുടെ ആ ഉപദ്രവവും ശല്യവും കുറഞ്ഞിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ മൊബൈൽ അവരുടെ കയ്യിലേക്ക് കൊടുക്കും. അവര് ഗെയിം കളിക്കും, മറ്റേ പലതും കളിക്കും. എന്നിട്ട് നമ്മളെ ഉമ്മ, നമ്മുടെ ഭാര്യ പറയും, ഓ എൻ്റെ മോന് വലിയ കഴിവാണ്, കാരണം എനിക്കറിയാത്ത കോഡ് പോലും അവനറിയാം, എനിക്കെടുക്കാൻ അറിയാത്ത ലോക്ക് പോലും എൻ്റെ മോനെടുക്കാൻ അറിയാം. അല്ലേ? അങ്ങനെയാണ് ഇന്നത്തെ മക്കൾ വളരുന്നത്. നമുക്കറിയാത്ത മൊബൈലിൻ്റെ അത്യന്താധുനിക സംവിധാനങ്ങളുടെ ഉള്ളറയിലേക്ക് വളരെ വേഗം നമ്മുടെ മക്കൾ ഇറങ്ങിച്ചെല്ലും. ഉമ്മാക്കും ഉപ്പാക്കും ചിലപ്പോൾ അത് അറിയത്തുണ്ടാവില്ല. ചില VIP സഹോദരങ്ങളൊക്കെ പറയൂല, വലിയ മൊബൈലൊക്കെ കയ്യിൽ വെക്കൂ, ഒന്നും അറിയുന്നുണ്ടാവില്ല. നീളമുള്ള മൊബൈൽ 50,000-ന്റെ 1,00,000-ന്റെ മൊബൈലൊക്കെ ഉണ്ടാവും, നല്ല കാശുണ്ട്, പക്ഷേ ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ല. ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ ഇത് എവിടെയാടാ മക്കള്, ഇവിടെ ഒരു ഫോട്ടോ എടുത്തടാ, ഒരു പടം നല്ല കാശുണ്ടാവും, പക്ഷെ ഇത് പറയാൻ അവർക്കറിയില്ല. ഏതെങ്കിലും ഒരു കുട്ടി വന്ന് ക്യാമറ ഓണാക്കിയിട്ട് ഒരു ഫോട്ടോ എടുത്ത് കൊടുത്താൽ അതാണ് അവരുടെ സന്തോഷവും അവരുടെ ആനന്ദവും. അവരുടെ മക്കളോ ആ മൊബൈലിന്റെ വിഷയത്തിൽ അഗ്രഗണ്യരാണ്. സർവ്വതും അവർക്കറിയാം, സർവ്വകാര്യങ്ങളും അവർക്കറിയാം, സർവ്വതും അവരതിലൂടെ ചെയ്യും. നമ്മുടെ മക്കളുടെ അവസ്ഥ നിങ്ങൾ ചിന്തിക്കണം. മൊബൈലിന്റെ ചാർജ് തീർന്നാൽ നമ്മുടെ മക്കൾ പിന്നെ രണ്ടാമത് പോയിരിക്കുന്നത് ചാനലിന്റെ മുമ്പിലാണ്. കൊച്ചി TV ഉണ്ട്, അവർക്ക് കളിക്കാൻ പറ്റുന്ന പലവിധത്തിലുള്ള ചാനലുകൾ അതിനകത്തുണ്ട്. യഥാർത്ഥത്തിൽ ഒരു പരിധിവരെ നല്ലതാണ്, പക്ഷേ അതിനൊരു സമയം വേണം. ഒരു 5-10 മിനിറ്റ് അവർ ഗെയിം കളിക്കുന്നു, അല്ലെങ്കിൽ അവർ കാർട്ടൂൺ കാണുന്നു. എല്ലാ കുഞ്ഞുങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ ഒരു 5-10 മിനിറ്റ്, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കൂടി പോയാൽ. ഇത് സ്കൂൾ വിട്ട് വന്നാൽ നേരെ ആ റൂമിലേക്ക് കിടക്കും, തീരുന്നത് വരെ അതിനകത്ത് തന്നെ. ഇത് തന്നെ, കളിയില്ല, ബോൾ കളിയില്ല, ഓട്ടമില്ല, ചാട്ടമില്ല, മക്കളുടെ ശരീരത്ത് പൊടി പിരളുന്നില്ല, ഒന്നുമില്ല, വിയർക്കുന്നില്ല. അവർക്ക് ഇത് തന്നെയാണ് ജോലി. ഇങ്ങനെ ആയാൽ നമ്മുടെ മക്കളുടെ ദുനിയാവും പോവും, നമ്മുടെ മക്കളുടെ ആഖിറവും പോവും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ആലപ്പുഴ ജില്ലയിൽ ഇന്നലെ ഞാൻ പരിപാടിക്ക് വേണ്ടി, ഇന്നലത്തെ പരിപാടി സ്ഥലത്തേക്ക് വരുന്നതിന് മുമ്പ് ആലപ്പുഴ രാവിലെ 10 മണിക്ക് അൽഹംദുലില്ലാഹ് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിനിറങ്ങുമ്പോൾ ഫൈസൽ എന്ന ഒരു സഹോദരൻ്റെ വീട്ടിലൊരു സുഖമില്ലാത്ത കുഞ്ഞുണ്ടെന്ന് കണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു രോഗിയെ കാണാൻ പോയാൽ 70,000 മലക്കുകളാണ് അവർക്ക് വേണ്ടി ദ്വാരക്കുക. പെട്ടെന്നൊരു 2 മിനിറ്റല്ലേ ഉള്ളൂ എന്ന് കരുതി അവിടെ ഒന്ന് കയറി. അള്ളാഹുവെ, കാണേണ്ട അത്ഭുതം തന്നെയാണ്. വലിയ തലയുള്ള ഒരു കുഞ്ഞ്, 11 വയസ്സുണ്ട്, പെൺകുട്ടിയാണ്, വലിയ തല. ശരീരമൊക്കെ 2-3 വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ കൈകാലുകളാണ്. ശരീരവും അങ്ങനെ തന്നെ, തല മാത്രം വലുത്, കണ്ണും മൂക്കൊക്കെ ഒരുവിധം നീണ്ട്. തല വലുതാകുമ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് അവയവങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു പ്രത്യേകത രീതിയിലുള്ള ഒരു സംവിധാനം ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ കണ്ടു. എന്താ മോനെ, അതിനകത്തായി പോയാ? അള്ളാഹു, ആരുടെ കുട്ടിയാ? ആളുണ്ടോ അവിടെ? അമ്മായിപ്പയുടെ ഉണ്ടോ? അപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നേ ഉള്ളൂ മക്കളുടെ കാര്യം. എൻ്റെ മക്കളെ ഏത് വാതിലിൽ പൂട്ടിയിട്ടാലും ഞാൻ താക്കോലും കൊണ്ട് ഇറങ്ങുന്നതിന് മുമ്പ് അവർ ഒളിയൊന്ന് നിൽക്കും. അതാണ്. അല്ലെങ്കിൽ ചില മൊയിലാക്കന്മാർക്ക് അള്ളാഹു കൊടുക്കുന്ന മക്കൾ അങ്ങനെയാണ്. അല്ല, അത് നല്ല കാരണം. ചെറിയ പ്രായത്തിൽ വലിയ വികൃതിയാണെങ്കിൽ വലുതാകുമ്പോൾ നല്ല മര്യാദ ആവുന്നതാണ്. അങ്ങനെ ആവട്ടെ, അയാൾക്കൊള്ളാം അള്ളാഹു. അല്ലെ, നമ്മുടെ മക്കൾക്ക് അള്ളാഹു ഹിദായത്ത് നിലനിർത്തി കൊടുക്കട്ടെ, ആഫിദും മാലിമുമാക്കി മാറ്റട്ടെ. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മക്കളത് ഇങ്ങനെ കാണും. കുറച്ചു നേരം, ഒരു പരിധി വരെയൊക്കെ കുറേയൊക്കെ കാണുന്നത് കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മുടെ മക്കൾ വിഷമിക്കും, മറ്റുള്ളവർക്കൊക്കെ അതൊക്കെ ഉണ്ടല്ലോ, എൻ്റെ ഉപ്പ മാത്രം എന്തേ സമ്മതിക്കാത്തത്, അങ്ങനെ തോന്നിയിട്ട് അവരതിന് അഡിക്റ്റായി പോകുന്ന രീതിയിൽ നമ്മൾ അറിയാതെ അപ്പുറത്തേക്ക് പോകുന്നൊരവസ്ഥ ഉണ്ടാവരുത്. അതുകൊണ്ട് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറൊക്കെ വല്ലപ്പോഴും ഒക്കെ ഒന്ന് ഗെയിം കളിക്കാനും കാർട്ടൂൺ കാണാനൊക്കെ സമയം കൊടുക്കുന്നത് വലിയ തെറ്റൊന്നുമില്ല. പക്ഷേ അവരതിൽ ലയിച്ചു പോയാൽ അതുകൊണ്ട് അവർക്ക് ഒരുപാട് ദോഷങ്ങളുണ്ട്. അക്രമവാസന വളരും. കാരണം ഗെയിമിൽ കൂടുതലും വെടിവെപ്പും പൊളിച്ചിടലും, വീട് പൊളിച്ചിടലും,
ആംഗ്രി ബേബീസാ, എന്തായാലും ആംഗ്രി ബോയ്സാ, അതാ വീട് പൊളിച്ചിടുക, പിന്നെ വെടിവെച്ച് കൊല്ലുക, അങ്ങനെ ഒരുപാട് അക്രമങ്ങളാണ് കൂടുതലും. ചെറിയ പ്രായമല്ലേ അവിടെ മനസ്സിലത് വളരും. അതുപോലെ നമ്മുടെ ചാനലുകളിൽ ഇന്ന് സംപ്രേഷണം ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ശിവ എന്നാണ് പേര്. ശിവ അറിയോ മക്കളെ? അറിയോ? ശിവ അറിയാന്നുള്ള കുഞ്ഞു മക്കളെന്ന് കൈവക്കി എത്ര ഉണ്ടെന്ന് നോക്കട്ടെ. പൊക്കല്ലേ അളിയാ, കുഴപ്പമാവും, ഇയാൾ ഇങ്ങനെയൊക്കെ ചോദിക്കും, നമ്മൾ പൊക്കി അതോടുകൂടി നമ്മുടെ കാര്യത്തിൽ തീരുമാനമാകുമെന്ന്. ശിവ എന്ന് പറയുന്ന ഒരു കാർട്ടൂണാണ്. എന്ന് പറഞ്ഞാൽ ഹൈന്ദവ മതത്തിലെ ദൈവങ്ങളെ കുറിച്ച് പറയുന്ന കാർട്ടൂണൊന്നുമല്ല, മറിച്ച് ഒരു സൈക്കിളിൽ സഞ്ചരിക്കുന്ന ഒരു കാർട്ടൂണിസ്റ്റായ ഒരു സഹോദരൻ ഈ സൈക്കിളിന്റെ മുകളിൽ സഞ്ചരിക്കും. കൂട്ടുകാർക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമ്പോൾ ആ കൂട്ടുകാർ ശിവ എന്ന് വിളിക്കുമ്പോൾ ഈ ശിവ സൈക്കിളിലൂടെ പറന്നു വന്നിട്ട് എല്ലാവരെയും ഇടിച്ച് നിരത്തി അങ്ങ് പോകും. ഇതാണ് ശിവ എന്ന് പറഞ്ഞ കാർട്ടൂൺ. ഇന്ന് നമ്മുടെ മുസ്ലിം മക്കൾ വാപ്പാക്ക് സുഖമില്ലാതായാലും ശിവ രക്ഷിക്കണേ, ഓടി വരണേന്ന് പറയും അല്ലേ, ഓടി വരണേന്ന് പ്രാർത്ഥിക്കും. ഉമ്മാക്ക് മരുന്ന് വാങ്ങണം, മെഡിക്കൽ സ്റ്റോറിൽ പോകണം, ശിവ എന്ന് വിളിക്കും. ഏത് ശിവ വരാൻ? പക്ഷേ ഇവരെ കൊണ്ട് വിളിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് ഈ കാർട്ടൂണിന്റെ പിന്നിൽ പ്രവർത്തിച്ച തലയുടെ വിജയമാണ്. ഈ മക്കളെ കൊണ്ട് അങ്ങനെ വിളിപ്പിക്കാൻ പറ്റും. ഇവർക്ക് വേണമെങ്കിൽ ആ കാർട്ടൂണിന് രജനീകാന്തെന്നോ വിജയകാന്തെന്നോ ഒക്കെ പേരിടാമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു മുസ്ലിം കുട്ടി അങ്ങനെ വിളിച്ചാൽ അതുകൊണ്ട് വലിയ സുഖം ഉണ്ടാവില്ല. ശിവ എന്ന് തന്നെ വിളിക്കുമ്പോൾ എന്ത് രസമാണ്. അതുകൊണ്ട് അവന്റെ വിശ്വാസത്തിനെ വരെ ചോദ്യം ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. പക്ഷെ നമ്മളത് അറിയുന്നില്ല. അങ്ങനെയൊന്നും പറയരുത് ഉസ്താദേ, അങ്ങനെയൊന്നും ഒരു ദുരൂഹത നമുക്കിടയിലില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ നമ്മുടെ വിശ്വാസത്തെ തുരന്ന് തിന്നുന്നവർക്ക് അവസരം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഈ മക്കൾ നമ്മുടെ ഖബറിന്റെ അടുത്ത് വന്ന് ഖുർആൻ ഓതുവോ? ഈ മക്കൾ നമുക്ക് വേണ്ടി ഖുർആൻ ഖത്തം ചെയ്യുമോ? ഈ മക്കൾ എന്റെ വാപ്പ മരിച്ചു, വാപ്പയുടെ ഖബറിലേക്കാണ് ഇതെന്ന് പറഞ്ഞിട്ട് യാസീൻ ഓതുമോ? ഈ മക്കൾ വളർന്നു വരുമ്പോൾ ഖുർആനിന്റെ ഒരു ബന്ധം നമ്മൾ അവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ? 10 വയസ്സുള്ള കുഞ്ഞിനെ ഒരു സ്കൂളിൽ അവന്റെ ബാഗിൽ നിന്ന് കഞ്ചാവിന്റെ കവർ കണ്ടതുകൊണ്ട് ഇറക്കി വിട്ടു. മാതാപിതാക്കൾ കൊണ്ടുവന്നപ്പോൾ ഉമ്മ പർദ്ദയിട്ടിട്ടുണ്ട്, വാപ്പ മക്കത്ത് പോയിട്ടുണ്ട്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവരുടെ സാഹചര്യം തിരിച്ചറിയാൻ ആ ഉമ്മാക്കും ഉപ്പാക്കും കഴിഞ്ഞില്ല. അവരെ അതനുസരിച്ച് മാറ്റിയെടുക്കാൻ കഴിഞ്ഞില്ല. നമ്മുടെ മക്കൾ നമ്മുടെ കൈവിട്ടു പോവില്ല എന്ന് ഉറപ്പ് പറഞ്ഞിട്ട് അഭിമാനത്തോടുകൂടി കാത്തിരിക്കുന്ന ഖവായയിൽ വന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് ഖുർആൻ പഠിക്കാൻ താല്പര്യമില്ല, നമുക്കവരെ ഖുർആനുമായി ബന്ധപ്പെടുത്തണമെന്ന് ആഗ്രഹമില്ല. ദുനിയാവിന്റെ സുഖരസങ്ങൾ വന്ന് മൂടിക്കിടക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമാ. നിങ്ങളിൽ ഏറ്റവും നല്ലവർ ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ്. അതുകൊണ്ടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഖുർആൻ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പഠിക്കാം, എത്ര വേണമെങ്കിലും പാരായണം ചെയ്യാം, എത്ര പഠിച്ചാലും തീരില്ല ഖുർആൻ. വെല്ലൂർ ബാഖിയാത്ത് സ്വാലിഹാത്തിൽ 1 വർഷം കൊണ്ട് ബാക്കവി ബിരുദമെടുക്കുന്നവർക്ക് പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ഫാത്തിഹയുടെ ബിസ്മി പോലും പഠിപ്പിച്ചു തീർക്കാം ചില ഉസ്താദുമാർക്ക് കഴിയില്ല. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീമിന്റെ 19 അക്ഷരങ്ങളാണ് ഖുർആനിൽ. അതിന്റെ ഓരോ അക്ഷരങ്ങളുടെയും എന്തിന് ബിസ്മിയിൽ അത് കൊണ്ടുവന്നു എന്ന ചർച്ചയിൽ മുഹദ്ദിസീങ്ങളും മുഫസ്സിരീങ്ങളും മുഅല്ലിമീങ്ങളും ഒക്കെ ചർച്ച ചെയ്ത ചർച്ചകൾ വെല്ലൂര് ബാഖിയാത്ത് സ്വാലിഹാത്തിലെ പണ്ഡിതന്മാർ തുടങ്ങി വെക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ 1 വർഷം പഠിച്ചാലും ബിസ്മി തീരില്ല. പിന്നെ എങ്ങനെയാണ് ഖുർആനിന്റെ പഠനം തീരുക? അതുകൊണ്ടാണ് എന്ന് പറഞ്ഞത്, നമ്മുടെ മക്കൾ പഠിക്കട്ടെ, എത്ര വേണമെങ്കിലും നമ്മുടെ മക്കൾ പഠിക്കട്ടെ. സുലുസുല്ലി ശറാബ്, അതേ ഭക്ഷണത്തിന് മാത്രമാണ് നിയന്ത്രണമുള്ളത്, അറിവിന് നിയന്ത്രണമില്ല. ഖുർആൻ പഠിക്കുന്നതിന് നിയന്ത്രണമില്ല. ഏത് പ്രായത്തിലും പഠിക്കാ, ഏത് കാലത്തും പഠിക്കാ, എത്ര ദിവസവും പഠിക്കാ, എത്ര കഷ്ടപ്പെട്ടും പഠിക്കാ. പക്ഷേ ഭക്ഷണത്തിനാണ് നിയന്ത്രണം, ഖുർആൻ പഠിക്കുന്നതിന് നിയന്ത്രണമില്ല. ഭക്ഷണത്തിന് നിയന്ത്രണമുണ്ട്, ഖുർആൻ പഠിക്കുന്നതിന് നിയന്ത്രണമില്ല. ഭക്ഷണത്തിന് നിയന്ത്രണമുണ്ട് എന്ന് കണ്ണൂർ ജില്ലക്കാർ വീണ്ടും 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 തിരിച്ചറിയണം. ഇല്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നമായി പോകും. 4 മണിക്ക് ഏതെങ്കിലും ഒരു വീട്ടിൽ ചായ പറഞ്ഞാലോ പ്രസംഗിക്കാൻ വരുന്ന മുസ്ലിയാരിക്ക് അള്ളാഹു എല്ലാറ്റിലും മുട്ടയുണ്ടാവും, എല്ലാത്തിലും ഇറച്ചി ഉണ്ടാവും. മുഹീദ്ദീൻ മാല എന്ന് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. ഇപ്പൊ മുട്ട മാല വരെ കഴിക്കേണ്ടി വന്നു കണ്ണൂർ ജില്ലയിൽ നിന്ന്. എന്തെല്ലാം ഉണ്ട്, ടയർ പത്തിരി ഉൾപ്പെടെ. MRFന്റെ ടയറിനെക്കാളും കട്ടിയുള്ള പത്തിരിയുണ്ട്. ഒരു റമദാൻ 1 ഉണ്ടാക്കി കൊടുത്താൽ ഭർത്താവ് പെരുന്നാൾ വരെ തിന്നാലും തീരത്തില്ല. ആ രീതിയിലുള്ള പത്തിരിയുണ്ട് കേരളത്തിൽ. അതിനേക്കാളും ചെറിയ പത്തിരിയുണ്ട് കണ്ണൂർ പത്തിരി.
അതിന് നുണപ്പത്തിരി എന്നാണ് പറയുക. അതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല രസമാണ്. സ്ത്രീകൾക്ക് ഇങ്ങനെ തമാശ പറഞ്ഞ് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കാം. അങ്ങനെ വിവിധ ഇനം ഭക്ഷണങ്ങളാണ് അല്ലേ. ഈ ഭക്ഷണം നമുക്ക് നിയന്ത്രിച്ചേ മതിയാവുള്ളൂ. ഗസാലി ഇമാം പറഞ്ഞത് സുലുസുല്ലി ശറാബ്, വയറിന്റെ മൂന്നായി വയറിനെ തിരിച്ചാൽ മൂന്നിലൊന്ന് വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വയറിന്റെ മൂന്നിലൊന്ന് വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വയറിന്റെ മൂന്നിലൊന്ന് വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വലിയ കമീസിട്ട തടിയുള്ള ആ സഹോദരൻ ചിരിക്കാണ്. ഉസ്താദ് എന്നെ നോക്കിയാണോ പറയണത്? വയറിന്റെ മൂന്നിലൊന്ന് വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സുലുസുല്ലി ത്വആം, മൂന്നിലൊന്ന് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. 3 തട്ടായിട്ട് വയറിനെ മാറ്റിയാൽ 1 വെള്ളം നിറയ്ക്കണം, രണ്ടാമത്തേൽ ഭക്ഷണം നിറയ്ക്കണം. ഇനി ഒരു 3ാമത്തെ തട്ടുണ്ടല്ലോ, സുലുസുല്ലി നഫസി. അതെന്തിനാണ്? അത് ശ്വാസം വിടുന്നതിന് വേണ്ടിയാണ്. ശ്വാസം വിടണ്ടേ? അത് ശ്വാസം വിടുന്നതിന് വേണ്ടിയാണ്. ഇങ്ങനെ തിരിച്ചിട്ടെങ്കിൽ മാത്രമേ ശരീരത്തിന് ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ കഴിയില്ല അല്ലേ. ഇന്നെന്തൊക്കെ രോഗങ്ങളാണ്, എന്തൊക്കെ പ്രയാസങ്ങളാണ്, എന്തൊക്കെ പ്രശ്നങ്ങളാണ്, ഏതൊക്കെ വിധത്തിലുള്ള ഭക്ഷണങ്ങളാണ്. നമ്മുടെ ശരീരത്തിന് രോഗം തരുന്ന എത്രയോ ഭക്ഷണ രീതികളുണ്ട്. അല്ലാഹു തആല നമ്മയൊക്കെ അത്തരം അവസ്ഥയെ തൊട്ട് കാത്തിരക്ഷിക്കുമാറാകട്ടെ. സുലുസുല്ലി ശറ, 1/3 വെള്ളം, 1/3 ഭക്ഷണം, 1/3 ശ്വാസം വിടാനിട്ടേക്കണം. എങ്കിലേ നമുക്ക് പടച്ചവന് ഇബാദത്ത് ചെയ്യാനുള്ള മനസ്സ് വരുള്ളൂ. ഭക്ഷണം ഒരുപാടായി പോയാൽ, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരുപാട് ഭക്ഷണം കഴിച്ചു പോയാൽ അവൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ക്ഷീണം കൊടുക്കുന്നതാണ്. അവന്റെ ശരീരത്തിന് വല്ലാത്ത ക്ഷീണം വരും. അവന് ഇബാദത്ത് ചെയ്യാൻ മനസ്സ് വരില്ല. അവന് തളർച്ച വരും, അവന് പ്രയാസം വരും, അവന് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ഭക്ഷണത്തെ നിങ്ങൾ ക്രമീകരിക്കണമെന്ന് ബഹുമാനനായ ഇമാം ഷാഫി റളിയല്ലാഹു തആല വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിയന്ത്രണമില്ലാത്തതെന്തിനാണ്? അറിവ് പഠിക്കുന്നതിനാണ്. എത്ര പാതിരാത്രിയും പഠിക്കാം. അതുകൊണ്ട് ലോകത്ത് മരണത്തെക്കുറിച്ച് ചിന്തിക്കരുതെന്ന് പറഞ്ഞ ഒരേ ഒരു വിഭാഗം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് മുത്തഅല്ലിമീങ്ങളോട് മാത്രമാണ്. മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് ഷഹീദിന്റെ കൂലിയാണ്. പക്ഷേ ഇൽമു പഠിക്കുന്ന ഒരു മുത്തഅല്ലിം അവന്റെ മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ലെന്ന് നബിയേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൽമു പഠിക്കുന്ന മുത്തഅല്ലിം മരണത്തെ ചിന്തിക്കാൻ പാടില്ല. ആ മുത്തഅല്ലിം മരിക്കുമെന്ന് ചിന്തിക്കാതെ പഠിക്കണം. അവൻ പഠിച്ചു ആലിമാകണം. അവൻ പഠിച്ചു ഉന്നതമായ സ്ഥാനത്തിലെത്തണം. അവൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിന്തിക്കാൻ പാടില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് അറിവിന്റെ മഹത്വത്തെ, മഹാത്മ്യത്തെ വിളിച്ചറിയിക്കുന്നതാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കാലിന് മുടന്തുള്ള ആളായിരുന്നു. നടന്നു പോകുമ്പോൾ ചെറിയ മുടന്നുണ്ട്. എല്ലാവരും നോക്കിയിട്ട് അത്ഭുതത്തോടു കൂടിയാണ് കാണുക. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനെ ജനങ്ങളൊക്കെ കളിയാക്കുമായിരുന്നു. 1.5-കാരൻ എന്ന് വിളിച്ചിരുന്നു. 1.5-കാരനാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്ന് വിളിച്ചിരുന്നു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് അത് കേൾക്കുമ്പോൾ സങ്കടം വന്നിട്ടില്ല. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ മക്കയിലോ മദീനയിലോ ഒരാളെ കളിയാക്കി പേര് വിളിക്കാത്ത റസൂലേ നബി മുഹമ്മദ് മുസ്തഫ, ഒരാളെ പരിഹരിച്ച് വർത്തമാനം പറയാത്ത നബിയേ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, അബ്ദുല്ലാ, നീ സങ്കടം വരല്ല മസ്ഊദേ, നിന്റെ മനസ്സിൽ വേദന വരല്ല മസ്ഊദേ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ 1.5-കാരൻ എന്ന് വിളിച്ച് കളിയാക്കിയ ജനങ്ങളെ വിളിച്ചിട്ട് ആരംഭ റസൂൽ പറഞ്ഞതെന്തെന്നറിയോ? നാളെ പരലോകത്ത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ അറിവുകളും അദബുകളും തൂക്കി നോക്കിയാൽ അത് ഉഹുദ് മലയേക്കാൾ വലിപ്പമുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ടാണ്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിൽ ഇൽമുണ്ടായിരുന്നത് കൊണ്ടാണ്, ഖുർആൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ്, ആ ഖുർആൻ സ്വീകരിച്ചത് കൊണ്ടാണ്. അവർ നാളെ പരലോകത്ത് ത്രാസിൽ വെക്കുമ്പോഴല്ലാ അതിന് വലിയ വിലയാണ് പടച്ചതമ്പുരാൻ കൊടുക്കുന്നത്. അതിന് വലിയ സ്ഥാനമാണ് അല്ലാഹു കൊടുക്കുന്നത്. ആ ഖുർആൻ മനസ്സിന്റെ അകത്തുള്ളവര് നന്മ തിന്മ തൂക്കി നോക്കുന്ന ത്രാസിൽ അല്ലാഹു കൊടുക്കുന്നത് വലിയ വെയിറ്റാണ്, വലിയ ഭാരമാണ്. ആരംഭ റസൂൽ പറയുന്നു, മജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ്, അല്ലാഹുവിന്റെ പള്ളികളിൽപ്പെട്ട ഏതെങ്കിലും ഒരു പള്ളിയിലോ ഇല്ലെങ്കിൽ മനുഷ്യർ താമസിക്കുന്ന വീടുകളിലോ പരിശുദ്ധ ഖുർആൻ ഒരുമിച്ചിരുന്നിട്ട് യത്ലൂന കിതാബല്ലാഹ്,
ആരെങ്കിലും പരിശുദ്ധ ഖുർആൻ ഓതിയാൽ വയത്തദാറസൂനഹു ബൈനഹും, പരസ്പരം ഖുർആൻ പഠിച്ചാൽ, ഇന്ന് ഖവായിൽ നിന്ന് പ്രസംഗം ശ്രദ്ധിച്ചു പോയ ഏതെങ്കിലും ഒരു സഹോദരൻ സ്വന്തം വീട്ടിൽ പോയിട്ട് ഖുർആൻ ഓതിയാൽ, അവന്റെ വീട്ടിൽ നിന്നിട്ട് ഖുർആൻ നിവർത്തി വെച്ചിട്ട് ഓതിയാൽ, അവന്റെ മക്കൾ വരുമ്പോ ഖുർആൻ അവർക്ക് പറഞ്ഞു കൊടുത്താൽ, അവർ ഒരുമിച്ചിരുന്നു കൊണ്ട് ഖുർആൻ പാരായണം നടത്തിയാൽ, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന സമ്മാനങ്ങൾ എന്തെന്നറിയോ? അവർക്ക് അല്ലാഹു കൊടുക്കുന്ന രക്ഷകൾ എന്തെന്നറിയുമോ? എന്റെ കണ്ണൂർ ജില്ലയിൽ ഒരുമിച്ചിരുന്നു കൊണ്ട് സിനിമ കാണുന്ന ഉമ്മത്തെ, ഒരുമിച്ചിരുന്ന് സീരിയൽ കാണുന്നവരെ, ഒരുമിച്ചിരുന്ന് സർക്കസ് കാണുന്നവരെ, ഒരുമിച്ചിരുന്ന് നുണ പറയുന്നവരെ, ഒരുമിച്ചിരുന്ന് അനാവശ്യം പറയുന്നവരെ, ഒരുമിച്ചിരുന്ന് അനാശാസ്യം കണ്ട് അനുഭവിക്കുന്നവരെ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു യത്ലൂന കിതാബല്ലാഹ്, ഒരുമിച്ചിരുന്ന നിങ്ങൾ ആരെങ്കിലും ഖുർആൻ ഓതിയാൽ, വീട്ടിന്റെ അകത്ത് ഭാര്യയും ഉമ്മയും മക്കളും ഒക്കെ ഒരുമിച്ചിരുന്നിട്ട് ഇത് ഖുർആനിന്റെ അത്ഭുതമാണെന്ന് ഭർത്താവ് പറഞ്ഞു കൊടുത്താൽ, എന്ന ഖവായിൽ വന്ന് പ്രസംഗം കേട്ടുപോയ ഏതെങ്കിലും ഒരു പ്രിയപ്പെട്ട സഹോദരൻ തന്റെ വീട്ടിൽ പോയിട്ട് തന്റെ ഭാര്യയോടോ തന്റെ പ്രിയപ്പെട്ട മക്കളോടോ ആ ഖുർആനിന്റെ മഹത്വത്തെക്കുറിച്ച് വിശദീകരിച്ചു കൊടുത്താൽ, ഒന്നാമത്തെ രക്ഷ എന്തെന്നറിയോ? ഇല്ല നസലത്ത് അലൈഹിമുസ് സകീന, അവർക്ക് അല്ലാഹു സമാധാനം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എപ്പോഴാണ് മനുഷ്യന്റെ സമാധാനം നഷ്ടപ്പെടുന്നതെന്ന് പറയാൻ കഴിയില്ല. 2-3 ദിവസം മുമ്പ് ഞാൻ മസ്കറ്റിൽ പ്രഭാഷണത്തിന് പോയി ഒമാനിൽ. ഒരു ദിവസത്തെ പ്രസംഗം കഴിഞ്ഞ് റൂമിൽ വന്ന് ആ കൂട്ടുകാരന്റെ കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ചായ ഒഴിച്ചു തന്നു, ഭക്ഷണം ഒഴിച്ചു തന്നു. അൽഹംദുലില്ലാഹ് ഉസ്താദേ ഇനി എന്തു വേണമെന്നൊക്കെ ചോദിച്ച് ചിരികളയും തമാശയൊക്കെ പറഞ്ഞിരുന്ന മസ്കറ്റിലെ ഒരു കൂട്ടുകാരൻ പെട്ടെന്ന് ആ സഹോദരന്റെ ഫോൺ ശബ്ദിക്കുകയാണ്. ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചിട്ട് ആ സഹോദരൻ കരയാൻ തുടങ്ങി. എന്റെ അടുത്തിരുന്നു മാറി അടുത്ത റൂമിലേക്ക് പോയി. അല്ലാഹുവേ, മാറിയിരുന്നു കൊണ്ട് കരയാൻ തുടങ്ങി. പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തിട്ട് സെറ്റിയിൽ വന്ന് തല കുനിച്ചിരുന്നിട്ട് കണ്ണീരൊഴുക്കാൻ തുടങ്ങി. അടുത്തു പോയിരുന്നു കൊണ്ട് ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, എന്തു പറ്റിപ്പോയി? എന്റെ സമാധാനം പോയി ഉസ്താദേ, എന്റെ സമാധാനം പോയി, എന്റെ സമാധാനം പോയി ഉസ്താദേ, എന്റെ സമാധാനം പോയി ഉസ്താദേ. എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചപ്പോ പറയുകയാണ്, എന്റെ 15 വയസ്സുള്ള പൊന്നുമോനെ മലബാർ വെച്ച് മലപ്പുറത്ത് വെച്ചെന്ന് രാത്രി 8 മണിക്ക് ബൈക്ക് അപകടം സംഭവിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അവനെ ബൈക്ക് അപകടം നടന്ന സ്ഥലത്തിരുന്നാണ് വിളിച്ചത്. ആ സ്ഥലത്ത് രക്തം തളം കെട്ടിക്കിടക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. എന്റെ ഉസ്താദേ, എന്റെ സമാധാനം പോയി, നാളെ ഞാൻ നാട്ടിലേക്ക് പോവുകയാണ്. പെട്ടെന്ന് ഞാനുമായി ബന്ധപ്പെട്ട സഹോദരന്റെ നാട്ടിലുള്ളവരെ വിളിച്ചപ്പോ പറഞ്ഞു, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, തലയൽപ്പം പൊട്ടിയിട്ടുണ്ട്, ചെവി മുറിഞ്ഞിട്ടുണ്ട്, പല്ല് പോയിട്ടുണ്ട്, താടിയെല്ല് പൊട്ടിയിട്ടുണ്ട്, 15 വയസ്സേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്. പക്ഷെ ആ സഹോദരൻ പറയുകയാണ്, എന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോയി. നാളെ മസ്കറ്റിൽ നിന്ന് എങ്ങനെയാണ് ഉസ്താദേ നെടുമ്പാശ്ശേരി വരെ അല്ലെങ്കിൽ കോഴിക്കോട് വരെ എങ്ങനെയാണ് ഫ്ലൈറ്റിനകത്ത് ഞാൻ ഇന്ന് വരിക? എനിക്ക് സമാധാനമില്ല ഉസ്താദേ, എനിക്ക് സ്വസ്ഥതയില്ല ഉസ്താദേ. ആകാശത്തിരുന്ന് താഴേക്കെടുത്ത് ചാടാൻ എനിക്ക് തോന്നിപ്പോകും. എന്റെ പൊന്നുമിനു വേണ്ടിയാണ് ഈ ഗൾഫിൽ കിടന്ന് ഞാൻ കഷ്ടപ്പെടുന്നത്. ഇതാണ് മനുഷ്യന്റെ സമാധാനം പോവുക എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഖവായിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. അത് നഷ്ടപ്പെടാൻ ഒരുപാട് സമയം വേണ്ട, അത് നഷ്ടപ്പെടാൻ ഒരുപാട് നേരം വേണ്ട, അത് നഷ്ടപ്പെടാൻ ഒരുപാട് സമയം വേണ്ട. അല്ലാഹുവേ, ഞങ്ങളെ കാക്കണേ അല്ലാ, ഞങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തല്ലേ അല്ലാ, ഞങ്ങളുടെ സ്വസ്ഥത നഷ്ടപ്പെടുത്തല്ലേ അല്ലാ. ആരംഭ റസൂൽ പറയുകയാണ്, നിന്റെ ഭവനത്തിന്റെ അകത്ത് നിരന്തരം നീ ഖുർആൻ ഓതിയാൽ സമാധാനം തരുന്നവൻ നിനക്ക് സമാധാനം തരും. കള്ള് സമാധാനം തരൂല, കഞ്ചാവ് സമാധാനം തരൂല, പെണ്ണ് സമാധാനം തരൂല, പണം സമാധാനം തരൂല. പണം സമാധാനം തരുമായിരുന്നെങ്കിൽ ഇമ്മേ യൂസുഫ് അലി പറഞ്ഞെന്തെന്നറിയുമോ? ആ പണം കൊണ്ട് എന്റെ മരണപ്പെട്ടു പോയ മാതാവിനെ വിളിക്കുവാൻ കഴിയുമായിരുന്നെങ്കിൽ അസറായിന് പണം കൊടുത്തിട്ട് എന്റെ ഉമ്മയെ ഞാൻ തിരിച്ചെടുക്കുമായിരുന്നു എന്ന് ഏറ്റവും വലിയ കോടി
കോടിപതിയായ യൂസുഫ് അലി പറഞ്ഞുപോലെങ്കിൽ ചില സമയത്ത് ആ പണത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. പ്രിയപ്പെട്ടവര്, യഥാർത്ഥത്തിൽ സമാധാനം തരുന്നത് പണമില്ല, സമാധാനം തരുന്നത് അധികാരമില്ല, സമാധാനം തരുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ പടച്ചവനാണ്. ആ പടച്ചതമ്പുരാന്റെ റസൂൽ പറയുകയാ, നിങ്ങൾക്ക് യഥാർത്ഥ സമാധാനം തരണമെങ്കിൽ നിന്റെ വീട്ടിന്റെ അകത്ത് ഖുർആൻ ഓതിയാൽ മതി. ആരംഭ റസൂല പവിത്രമായ നാവ് കൊണ്ട് പറയുന്നു, ഇല്ലാ അവർക്ക് അല്ലാഹു സമാധാനം കൊടുക്കും. ഞാനിന്നിപ്പോ വൈകുന്നേരം കണ്ണൂർ ജില്ലയുടെ ചെറുവാഞ്ചേരിയിൽ പോയിരുന്നു. അവിടെ ഒരു കുടുംബത്തിന്റെ കഥ എന്താണെന്നറിയോ? ഭാര്യ ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ചിട്ട് പോയി. ആ മഹല്ലിൽ ക്ലാസ് എടുത്തപ്പോൾ അവിടുത്തെ ഖതീബ് പറഞ്ഞു, ഏറ്റവും കൂടുതൽ സലാത്ത് ചെല്ലുന്നവരെ ഫ്രീ ആയിട്ട് ഉംറയ്ക്ക് കൊണ്ടുപോകാം. അങ്ങനെ ഒരു പെങ്ങൾ ഏറ്റവും കൂടുതൽ സലാത്ത് ചെല്ലി ഫ്രീ ആയിട്ട് ഉംറയ്ക്ക് പോയി. അവസാനം ആ പെണ്ണ് എന്ത് ചെയ്തെന്നറിയോ? ഭർത്താവിനെയും മക്കളെയും കളഞ്ഞ് ഫ്രീ ആയിട്ട് ഒരു ഗ്രാമകന്റെ കൂടെ പോവുകയും ചെയ്തു. കണ്ണൂർ ജില്ലയിൽ ഞാൻ ഇന്ന് 4 മണിക്ക് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അവിടെ. ആ സമയത്ത് അവിടെ നടന്ന ഒരു സംഭവത്തെ കുറിച്ച് അവിടെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കി തന്നതാണ്. എന്തുകൊണ്ട് ആ പെണ്ണ് സലാത്തിന്റെ മധുരം അറിഞ്ഞില്ല? ആ പെണ്ണിന് സലാത്ത് ചെല്ലാനുള്ള യോഗ്യതയില്ല. ആ പെണ്ണ് കളവ് പറഞ്ഞിട്ട് 1ാം സമ്മാനം നേടി ഉംറയ്ക്ക് പോയതാണ്. 1ാം സമ്മാനം നേടാനുള്ള സലാത്ത് ആ പെണ്ണ് വെറുതെ ചൊല്ലിയതെങ്കിൽ ആ പെണ്ണിന്റെ മനസ്സ് മാറും. ഏത് കള്ളുകുട്ടിയെ സലാത്ത് ചെല്ലിയാലും അവന്റെ മനസ്സിനെ അല്ലാഹു മാറ്റും, ഒരു സംശയവുമില്ല. സലാത്തിന്റെ പവർതാണ്. എത്ര വൃത്തികെട്ടവനാകട്ടെ, അവർ കുറെ സലാത്ത് കൊണ്ട് ചെല്ലിയെന്ന് വെക്കുക, അവിടെ മനസ്സ് സ്വാഭാവികമായി മാറും. അതുകൊണ്ട് ഈ പെണ്ണ് സലാത്ത് ചൊല്ലി എന്ന് പറഞ്ഞത് പച്ചക്കള്ളമാണ്. ചൊല്ലിയിട്ടില്ല, ചൊല്ലിയെങ്കിൽ പോകാൻ കഴിയില്ല. ഈ അങ്ങനെ സലാത്ത് ചൊല്ലിയെന്ന് കളവ് പറഞ്ഞ് നാണക്കേടുണ്ടാക്കിയത് കൊണ്ടാണ് അള്ളാഹു അദാബ് കൊടുത്തത്. കണ്ടവന്റെ കിടക്കയിൽ പോയി ഹറാമ് ചെയ്യാനുള്ള വിധിയല്ല കൊടുത്തത്. ആരംഭ റസൂലിനെ കുറിച്ച് കളവ് പറഞ്ഞുകൊണ്ടാണ്, അല്ലാതെ സലാത്ത് ചൊല്ലിയിട്ട് ഈമാൻ നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ് എന്ന് ആർക്കും പറയാൻ കഴിയില്ല. ആ കുടുംബത്തിന്റെ സമാധാനം പോയില്ലേ? എങ്ങനെ പോകാതിരിക്കും? നോട്ടെണ്ണിക്കൊണ്ടിരിക്കുമ്പോ അലമാരയിൽ നിന്ന് ഖുർആൻ എടുത്ത് ഓതാൻ ആ വീട്ടിലെ മക്കളോട് പറഞ്ഞു കൊടുക്കാൻ ഈമാനുള്ള ഒരു തന്ത ഉണ്ടായില്ല ആ വീട്ടിൽ. അതുകൊണ്ട് പിന്നീട് അതിന്റെ സമാധാനം അല്ലാഹു എടുത്തു. നമുക്കിപ്പോ സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. ഇത് നിലനിൽക്കണമെങ്കിൽ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അത് ഖുർആനിലൂടെ തന്നെയാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിന്റെ സ്മരണയിലൂടെയാണ് ഹൃദയങ്ങൾക്ക് സമാധാനം കിട്ടുക. തിരുവനന്തപുരം വള്ളക്കടവ് എന്ന സ്ഥലത്ത് ഞാൻ സേവനം ചെയ്യുമ്പോൾ, ഖതീബായി ജോലി ചെയ്യുമ്പോൾ, ഒരു വെള്ളിയാഴ്ച ഒരു പ്രിയപ്പെട്ട ഉമ്മ വന്നു, ഉസ്താദേ, ഒരാഴ്ചയിൽ 30,000 രൂപ പ്രിയപ്പെട്ട മകന്റെ ചികിത്സക്ക്. ആഴ്ചയിൽ 30,000 വേണം. മോന്റെ ഫോട്ടോ കാണിച്ചു തന്നു. അല്ലാഹുവേ, ശരീരത്തിന്റെ ഈ ഭാഗം മുതൽ ഈ ഭാഗം വരെ, വയർ മുതൽ സർവഭാഗങ്ങളും അഴുകിയിരിക്കുകയാണ്. ക്യാൻസർ വെക്കാനും ചികിത്സിക്കാനും അതിന്റെ പിരിവിന് വേണ്ടി വെള്ളിയാഴ്ച തോറും തിരുവനന്തപുരത്തെ പള്ളികളിൽ പോകും. ഞങ്ങൾ ഖത്തീബായിരുന്ന പള്ളിയിൽ വന്നത് ഉസ്താദ് പ്രസംഗിക്കാൻ പോകുമ്പോ എന്തെങ്കിലുമൊക്കെ നല്ലതുപോലെ പറഞ്ഞു കൊടുത്താൽ ഈ മഹലിലുള്ളവരെ സഹായിക്കുമല്ലോ എന്ന് ചിന്തിച്ചിട്ടാണ്. ആ ഒരു വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞപ്പോ 18,500 രൂപ എന്ന് ഞാൻ തോന്നുകയാണ്. അത്രയും പൈസ നിങ്ങൾക്ക് കിട്ടി. 30,000 രൂപ 5 മണിക്ക് ഹോസ്പിറ്റൽ അടയ്ക്കേണ്ടതാണ്. കണ്ണീരോടെ ഞങ്ങൾ ഹോസ്പിറ്റലൊക്കെ വിളിച്ചു പറഞ്ഞതൊക്കെ ശരിയാണ്. 18,000 രൂപയും കൊണ്ട് ആ ഉമ്മ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ ആ ഉമ്മയോട് ചോദിച്ചു, നിങ്ങളുടെ മനസ്സിൽ സങ്കടമില്ലേ? ഇന്ന് വൈകുന്നേരം ബില്ലടയ്ക്കാതിരുന്നാൽ ഒരാഴ്ചത്തെ നിങ്ങളുടെ പൊന്നുമോന്റെ മരുന്ന് മുടങ്ങില്ലേ? അതിനുവേണ്ടി ആ പൊന്നുമോൻ ഹോസ്പിറ്റലിന്റെ അകത്ത് വേദന കൊണ്ട് പൊട്ടിക്കരയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ ഉമ്മ പറയുകയാണ്, ഉസ്താദേ, ഇങ്ങനെ എത്ര ആഴ്ചകൾ, എത്ര കണ്ണീരുകൾ, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ സമാധാനത്തോടെ കഴിയാൻ പറ്റുന്നതെന്ന് ചോദിച്ചപ്പോ ആ ഉമ്മ തന്ന മറുപടി എന്തെന്നറിയോ? ഉസ്താദേ, എന്റെ പൊന്നുമോൻ മരുന്ന് വെക്കുന്നതിന് വേണ്ടി ഹോസ്പിറ്റലിൽ ചെറിയ ഒരു തട്ട് കെട്ടിയിട്ടുണ്ട്, ഒരു പലക കഷണമുണ്ട്, അതിന്റെ മുകളിൽ ഞാൻ അല്ലാഹുവിന്റെ ഖുർആൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഉസ്താദ്, എന്റെ മോന് വേദന എടുത്ത് കരയുമ്പോ എനിക്ക് സമാശ്വസിപ്പിക്കാനൊന്നുമില്ല. ഞാൻ ആ കസേരയിൽ ഇരുന്ന് പടച്ചവന്റെ ഖുർആൻ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ ഓതല് തന്നെയാണ്.
ആ ഖുർആനല്ലാതെ എനിക്ക് സമാധാനമില്ല. ശരീരത്തിന്റെ പകുതിയോളം അഴുകിത്തൊളിഞ്ഞു പോയ ക്യാൻസർ ബാധിച്ച പൊന്നുമോന് ആ ഖുർആനല്ലാതെ സമാധാനമില്ല. ആരോഗ്യമുള്ള കണ്ണൂർ ജില്ലയുടെ കവയ്യന്നൂരിന്റെ കവ്വായിലെ ചെറുപ്പക്കാരാ, ആഫിയത്തുള്ള ചെറുപ്പക്കാരാ, തന്റെ ഇടമുള്ള ചെറുപ്പക്കാരാ, നിനക്ക് സമാധാനം പെണ്ണാണോ? നിനക്ക് സമാധാനം കള്ളാണോ? നിനക്ക് സമാധാനം കഞ്ചാവാണോ? നിനക്ക് സമാധാനം ഫുട്ബോളും ക്രിക്കറ്റുമാണോ? നിനക്ക് സമാധാനം കാമുകിമാരോട് ചൊല്ലുന്നതാണോ? നിന്റെ സമാധാനം പണമാണോ? പൊന്നുമോനെ, അള്ളാന്റെ കോടതിയിൽ കൈയും കാലും കെട്ടിയിട്ട് അവനെ പിടിക്കുക, അവന്റെ കൈകാല് കെട്ടുക, അവനെ നരകത്തിലേക്ക് വലിച്ചെറിയുക എന്ന് പടച്ചവന്റെ പ്രഖ്യാപനം വരുമ്പോ തീപാറുന്ന സബാനിയത്തിന്റെ മലക്കുകൾ വന്ന് കൈയും കാലും കെട്ടിയിട്ട് നരകത്തിന്റെ അടിപ്പട്ടിലേക്ക് നിന്നെ വലിച്ചെറിയുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സമാധാനം വേണമെങ്കിൽ ഖുർആനിലേക്ക് മടങ്ങി വരണം. അല്ലാഹുവേ, ഞങ്ങളുടെ സമാധാനം മക്കൾക്ക് രോഗം തന്നുകൊണ്ട് നീ തിരിച്ചെടുക്കല്ലേ അല്ലാഹ്. ഞങ്ങളുടെ സമാധാനം കുടുംബത്തിന് ബലാ മുസീബത്ത് തന്നുകൊണ്ട് നീ തിരിച്ചെടുക്കരുതേ അല്ലാഹ്. കയ്യിൽ തന്നുകൊണ്ടാ പ്രിയപ്പെട്ട സഹോദരൻ അല്ലാഹു ആ സഹോദരന്റെ സമ്പത്തിൽ ഐശ്വര്യവും ബർക്കത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കാരുണ്യ സ്പർശത്തിന്റെ നിറനിലാവിന്റെ മഹത്തായ ഉദ്ഘാടന കർമ്മം ഇവിടെ നടത്തി. അത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഈ പ്രിയപ്പെട്ട സംഘാടകർ ബക്കറ്റുകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ആ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ നല്ല മനസ്സോടെ കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി കാര്യമായി അൽഹംദുലില്ലാ നിങ്ങൾ സംഭാവന ചെയ്തു കൊടുക്കണം. അള്ളാഹു സഹായിക്കട്ടെ. നാളെ മുതലൊക്കെ വലിയ പ്രോഗ്രാം ഇവിടെ നടക്കേണ്ടതുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഒരുപാട് നീട്ടിക്കൊണ്ടുപോയില്ല. ഇൻഷാ അല്ലാഹ് 11:30 മണിയോടുകൂടി ദുആ ചെയ്ത് പിരിയുന്ന രീതി. അതുകൊണ്ട് എല്ലാവരും അതനുസരിച്ച് ഈ സദസ്സിൽ നിന്ന് ശ്രദ്ധാപൂർവം ഇവിടെ ശ്രവിക്കണം. എത്താൻ കുറച്ച് വൈകിയത് കണ്ണൂർ ജില്ലയിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഡിസംബർ 31-ാം തീയതി എന്റെ നാട്ടിൽ ഒരു വലിയ പ്രോഗ്രാം നടക്കുന്നുണ്ട്, സ്നേഹസാഗരം. ഇവിടുത്തെ കാരുണ്യ പരിപാടി പോലെ തന്നെ രോഗികൾക്ക്, കൈയും കാലും ഒടിഞ്ഞവർക്ക്, നോക്കാൻ ആളില്ലാത്തവർക്ക്, കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കരയണ്ട എന്ന് പറഞ്ഞ് സമാശ്വസിപ്പിക്കാൻ ഒരു ആളില്ലാത്ത ഉമ്മാക്ക്, കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വേദനിക്കണ്ട എന്ന് പറയാൻ ആനന്ദിപ്പിക്കാൻ ഒരു ആളില്ലാത്ത ഉപ്പാക്ക്, ഞങ്ങൾ അവരെ ഏറ്റെടുത്ത് അവർക്ക് അൽഹംദുലില്ലാ അഭയം കൊടുത്ത്, അവർക്ക് സംരക്ഷണം കൊടുത്ത്, അവർക്ക് സഹായം കൊടുത്ത്, അവർക്ക് വസ്ത്രം കൊടുത്തു, മരുന്ന് കൊടുത്തവരെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ 31-ാം തീയതി നടക്കുന്ന കേരളം മുഴുവൻ പരസ്യം ചെയ്ത വലിയ പ്രോഗ്രാം, അതിന്റെ കുറെ സ്വാഗത സംഘവും മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. 7 മണിക്ക് ഒരു മീറ്റിംഗ് വെച്ചിരുന്നത് എട്ടിക്കുളത്തെ ബിസ്മില്ലയുടെ കീഴിലാണ്. പക്ഷെ അവിടെ എത്താൻ കഴിഞ്ഞില്ല. ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ് 11:30 മണിയാകുമ്പോൾ അവിടെയും പോയി ഒരു 10 മിനിറ്റ് അവിടുത്തെ ജനങ്ങളെ അഭിമുഖീകരിച്ചിട്ടാണ് തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത്. നമ്മളെല്ലാവരും ദുആ ചെയ്യണം. എല്ലാ സ്ഥലത്തുമുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉന്നതമായ നേട്ടവും പദവിയും പ്രതിഫലവും ഈ കാരുണ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്നവർക്ക് അല്ലാഹു കൊടുത്ത് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രിയപ്പെട്ട സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോ ആ സന്തോഷത്തോടുകൂടി സംതൃപ്തിയോടുകൂടി ആ പ്രിയപ്പെട്ടവർക്ക് അത് ചെയ്തു കൊടുക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാ ബഷീറായിട്ടും മറ്റുള്ളവർക്ക് വന്നിട്ടുണ്ട്. എല്ലാവരും ഇരിക്കും. അല്ലാഹു സഹായിക്കട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ വന്നവർക്കൊക്കെ കൊടുക്കുമാറാകട്ടെ. 3.5 വയസ്സുള്ള ഒരു കുട്ടിക്ക്, ഈ നാട്ടുകാരനാണ്, ക്യാൻസർ ആണ്. ദ്വാരക്കണം. അല്ലാഹുവേ പടച്ചവനെ ആ കുഞ്ഞിന് ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ആ കുഞ്ഞിന്റെ വിഷമങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ആ കുഞ്ഞിന്റെ പ്രയാസം നീക്കി കൊടുക്കണേ അല്ലാഹ്. 3.5 വയസ്സല്ലേ ഉള്ളൂ. ഓടുന്ന ചാടുന്ന കളിക്കുന്ന പ്രായമാണ്. അല്ലാഹുവേ ആ കുഞ്ഞിന്റെ രോഗം നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്.
അതുകൂടാതെ ക്യാൻസർ ബാധിച്ച 3 ആളുകളുണ്ട്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ക്യാൻസർ ബാധിച്ച പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഖുർആനിന്റെ പ്രബലമായ ഖുർആനിന്റെ മരുന്നുകൊണ്ട് അവർക്ക് ശിഫാ കൊടുക്കണേ അല്ലാഹ്. അവർക്ക് ആനന്ദം കൊടുക്കണേ അല്ലാഹ്. അവർക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. അവരുടെ വിഷമങ്ങളെ, പ്രയാസങ്ങളെ, നൊമ്പരങ്ങളെ ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ മാറ്റി കൊടുക്കണേ തമ്പുരാനേ. അൽഹംദുലില്ലാഹ്, എല്ലാവരും ചെയ്തു കൊടുക്കുക. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പോ ബക്കരക്ഷന് വേറെ ആരുമില്ല, 2 പേരേ ഉള്ളൂ. സാമ്പത്തികം ഒരു വലിയ ലക്ഷ്യമില്ലാത്തത് കൊണ്ട് അവർ ഇൻഷാ അല്ലാഹ് എങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കുക. എല്ലാവരുടെ മുമ്പിൽ വരുന്നു, കാര്യമായി ചെയ്തു കൊടുക്കുക. അല്ലാഹു സഹായിക്കട്ടെ. കണ്ണൂർ ജില്ലയിൽ ഇത്രയും വലിയ ഒരു ബൃഹത്തായ പരിപാടിക്ക് മനസ്സ് കാണിച്ച ഈ കൂട്ടായ്മയെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിജയിപ്പിക്കട്ടെ. അവർക്ക് അല്ലാഹു ഖൈറും ബറക്കത്തും അഭിവൃദ്ധിയും 2 ലോകത്തും അല്ലാഹു ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒന്നാമത്തെ രക്ഷ അല്ലാഹു നിങ്ങൾക്ക് സമാധാനം തരും. രണ്ടാമത്തേത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് വസിയത്തുഹുർ റഹ്മ, അവർക്ക് അല്ലാഹു കാരുണ്യം ചൊരിഞ്ഞു കൊടുക്കുന്നതാണ്. അല്ലാഹുവിന്റെ കാരുണ്യം ഞങ്ങൾക്ക് ചൊരിഞ്ഞു തരും പ്രിയപ്പെട്ടവരെ. പടച്ചവന്റെ കാരുണ്യം അല്ലാഹു നമുക്ക് ചൊരിഞ്ഞു തരും പ്രിയപ്പെട്ടവരെ. അവന്റെ കാരുണ്യമുണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. അള്ളാന്റെ കാരുണ്യമുണ്ടെങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ. ആ പടച്ചവന്റെ കാരുണ്യമാണ് ആരംഭ റസൂൽ ഈ ലോകത്ത് വിധാനിച്ചു കൊടുത്തത്. ആ കാരുണ്യ പ്രവർത്തനമാണ് ഇവിടുത്തെ കാരുണ്യ സ്പർശത്തിലൂടെ നടക്കുന്നത്. ആ കാരുണ്യ പ്രവർത്തനത്തിലൂടെയാണ് ലോകത്തുള്ളവർക്ക് അല്ലാഹു ജയം കൊടുക്കുന്നത്. മഹാനായ ജരീർ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ മുത്ത് റസൂൽ മദീനത്ത് പുഞ്ചിരിക്കുന്നതായിട്ടല്ലാതെ ആ മുഖം ഞാൻ കണ്ടിട്ടില്ലെന്ന് മഹാനായ ജരീർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ആർക്കും കാരുണ്യം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവൃത്തി മക്ക മുഴുവനും പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നു. മുഹമ്മദിനെ മദീനയിൽ മുഴുവനും പറഞ്ഞിരുന്നു. മക്കയിൽ നിന്നും മദീനയിൽ വന്ന ഒരു മുഹമ്മദ് ഉണ്ട്. ആ മുഹമ്മദിനെ ആരും പിൻപറ്റല്ലേ, ആ മുഹമ്മദിനെ ആരും അംഗീകരിക്കല്ലേ. നാട് മുഴുവനും വാർത്ത പറഞ്ഞു. ആ വാർത്ത ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചത് സ്ത്രീകളായിരുന്നു. സ്ത്രീകളിൽ പ്രായം കൂടിയവരായിരുന്നു. നുണ പറയാനും പ്രചരിപ്പിക്കാനും ഏറ്റവും വലിയ കഴിവുള്ളവർക്കാണ്. ഇന്നും അങ്ങനെ തന്നെ. കണ്ണൂർ ജില്ലയിൽ എന്തെങ്കിലും ഒരു ചെറിയ സംഭവം നടന്നാൽ വാട്സപ്പും ഫേസ്ബുക്കിനെക്കാളും സ്പീഡിൽ ഒരു പെണ്ണിന്റെ നാവിലൂടെ ലോകം മുഴുവനും അതറിയും. അത് ആ പെണ്ണിന് മദീനയിലും അങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നു സഹോദരിമാർക്ക്. അവരിങ്ങനെ കാതിൽ നിന്ന് കാതിലേക്ക് പറഞ്ഞു വിട്ടു. ഒരിക്കലും മുഹമ്മദ് എന്ന് പറയുന്നവൻ മദീനത്ത് വന്നു അവൻ അംഗീകരിക്കരുത്. അല്ലാഹുവിന്റെ റസൂലാണെങ്കിലോ വലിയ കാരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നിട്ടിറങ്ങി നടന്നു പോവാണ്. അങ്ങനെ പോയി. പക്ഷേ ആ മദീനയുടെ ഒരു വഴിയിൽ ഒരു ഉമ്മുമ്മ കുറെ വിറക് കെട്ടൊക്കെ വെച്ച് തളർന്നു. ഈ ഉമ്മാമ പ്രവാചകനെതിരെ ഫസാദ് പറയുന്ന ക്യാപ്റ്റനായിരുന്നു. നുണ പറയാൻ വേണ്ടി ഉമ്മുമ്മ മെനക്കെടുമായിരുന്നു. പക്ഷേ ആ വിറക് കെട്ട് തലയിൽ ചുമന്ന് വീട്ടിലേക്ക് പോകാൻ കഴിയണില്ല. തളർന്നിരുന്നപ്പോൾ മഹാന്മാര് പാടിയതുപോലെ, മദീനയിൽ ഒരു വഴിയോരത്ത് മഹ്മൂദർ പോകുന്ന നേരത്ത് വിറകുമായി വഴിയുടെ ചാരത്ത് ഇരിപ്പാണ് പാപമൊരു മാമ. വെയിലിന്റെ കൊടുമയെ തളർന്നല്ലോ, വെള്ളം പോലും കുടിക്കുവാനില്ലല്ലോ. തളർന്നു വീഴാൻ പോയ ഉമ്മയുടെ മുമ്പിൽ വന്ന് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിറക് കെട്ട് തലയിൽ വെച്ച് കൊണ്ടുപോയി. ഞാൻ മുഹമ്മദാണെന്ന് പറഞ്ഞില്ല, ഞാൻ മുഹമ്മദാണെന്ന് പരിചയപ്പെടുത്തിയില്ല. ആ റസൂൽ വിറക് കെട്ടുമായി കടന്നുപോയി. സുബ്ഹാനല്ലാഹ്. ആ ഉമ്മയുടെ ചെറിയ വീടിന്റെ ഉമ്മറത്ത് കൊണ്ടുവച്ചിട്ട് മടങ്ങി വരുമ്പോ ആ ഉമ്മ പറയുകയാണ്, മോനെ മോനെ മോനെ, എനിക്ക് നിന്നോട് ഉപദേശം തരാനുണ്ട്. മദീനയിൽ ഒരു മുഹമ്മദ് വന്നിട്ടുണ്ട്. ആ മുഹമ്മദിനെ നീ അംഗീകരിക്കല്ലേ പൊന്നുമോനെ. നീ നല്ലവനാണ്, സ്നേഹമുള്ളവനാണ്, കരുണയുള്ളവനാണ്, കൃപയുള്ളവനാണ്, നല്ല പക്വതയുണ്ട്, പിന്നെ കാണാൻ നല്ല സൗന്ദര്യമുണ്ട്. അതുകൊണ്ട് മുഹമ്മദിന്റെ വലയിൽ നീ വീണു പോകരുത്. ഈ പൊരുവീലത്തിന്റെ വിറകെട്ട് ചുമന്ന് ഇവിടെ കൊണ്ടുവച്ച് തന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുകയാണ്, ആ മുഹമ്മദ് കള്ളനാണോനെ എന്ന് പറയുമ്പോ തന്റെ കണ്ണ് നിറഞ്ഞൊടുക്കുകയാണ് നബി മുഹമ്മദ് മുസ്തഫ. നിറകണ്ണുകളോടെ ആ ഉമ്മയോട് പറയുന്നു, ഉമ്മ, നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? ഞാനാണ് അബ്ദുള്ളാഹുവിന്റെ പൊന്നുമോൻ മുഹമ്മദ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം
ഈ കാരുണ്യം എവിടെ നിന്ന് വന്നതാണ്? ഇന്നലില്ലാഹി മിഅത റഹ്മ, പടച്ചവന് 100 കാരുണ്യമുണ്ട്. ആ കാരുണ്യമാണ് ലോകത്ത് മുഴുവൻ അല്ലാഹു ഒരു കാരുണ്യമാണ് ദുനിയാവിൽ അല്ലാഹു തന്നത്. ആ കാരുണ്യമാണ് ലോകം മുഴുവനും വ്യാപിച്ചു കിടക്കുന്നത്. ആ കാരുണ്യം നിനക്ക് വേണമോ? നിന്റെ മക്കൾ, നിന്റെ കുടുംബത്തിൽ, നിന്റെ ഭവനത്തിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് വേണമോ? അല്ലാഹുവിന്റെ റഹ്മത്ത് വേണമോ? അല്ലാഹുവിന്റെ റഹ്മത്തുള്ള വീട്ടിൽ മക്കൾക്ക് അസുഖം വരില്ല. അല്ലാഹുവിന്റെ റഹ്മത്തുള്ള വീട്ടിൽ സൗഭാഗ്യമില്ലാത്തവർ കാണില്ല. അല്ലാഹുവിന്റെ റഹ്മത്തുള്ള വീട്ടിൽ ദാരിദ്ര്യമുണ്ടാവില്ല. അല്ലാഹുവിന്റെ റഹ്മത്തുള്ള വീട്ടിൽ മാരക രോഗം അല്ലാഹു കൊടുക്കില്ല. ഏത് വീടിനാണ് റഹ്മത്ത് എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്ന വീടാണ്. പടച്ചവന്റെ ഖുർആൻ ഓതുന്ന വീടാണ്. ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, സൂറത്തുർ റഹ്മാൻ. 70,000 മലക്കുകൾ അത് പാരായണം ചെയ്തത് പകലിലാണെങ്കിൽ രാത്രി വരെ 70,000 മലക്കുകൾ അത് ഓതിയ മനുഷ്യന് വേണ്ടി ദുആ ചെയ്യുന്നതാണ്. രാത്രിയാണ് പാരായണം ചെയ്തതെങ്കിൽ നേരം പുലരുന്നത് വരെ 70,000 മലക്കുകൾ അത് പാരായണം ചെയ്തവന് വേണ്ടി ദുആ ചെയ്യുമെന്ന് പഠിപ്പിച്ചത് ലോകഗുരു നബിയുനാ മുഹമ്മദ് മുസ്തഫ അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. ആ ഖുർആനിന്റെ മധുരവും മാധുര്യവും മാഹാത്മ്യവും മഹത്വവുമെല്ലാം അർ-റഹ്മാന്റെ വചനങ്ങളിലൂടെ മനുഷ്യർ പാരായണം ചെയ്യുമ്പോൾ 70,000 മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് പഠിപ്പിച്ചത് ത്വാഹ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് രണ്ടാമത്തെ സമ്മാനം അതാണ്, രണ്ടാമത്തെ രക്ഷയതാണ്. മൂന്നാമത്തെ എന്താണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വഹഫത്തുഹുമുൽ മലായിക, മലക്കുകൾ മുസാഫഹത്ത് ചെയ്യും. നമ്മൾ അറിയില്ല, ജിബ്രീൽ വന്ന് നമ്മുടെ കൈ ഇങ്ങനെ പിടിക്കും. നിരന്തരം ഖുർആൻ ഓതുന്നവരെ, നിരന്തരം ഖുർആൻ ഓതുന്ന പെങ്ങളെ, നമ്മൾ അറിയാതെ നമ്മുടെ വീട്ടിന്റെ അകത്ത് ജിബ്രീൽ വരും. നമ്മളറിയാതെ നമ്മുടെ വീട്ടിന്റെ അകത്ത് മാലാഖമാർ പറന്നിറങ്ങും. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വരും. ഖുർആൻ ഓതുന്നവരുടെ കരം പിടിച്ചിട്ടവർക്ക് മുത്തം കൊടുത്ത് മുസാഫഹത്ത് ചെയ്യുമെന്ന് ലോകത്തിന് പഠിപ്പിച്ചതാരാ? നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് മഹാനായ ഹുസൈദ് ഇബ്നുൽ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു ദിവസം കരഞ്ഞുകൊണ്ട് ഓടുകയാണ്, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്. നബി തങ്ങൾ ചോദിച്ചു, എന്തിനാണ് ഹുസൈറേ കരയുന്നത്? നബിയേ, ഞാൻ എൻ്റെ വീട്ടിന്റെ അകത്ത് കുതിരകളെ കെട്ടുന്ന സ്ഥലമുണ്ട്, കുതിരാലയം. എന്റെ കുതിരകളെ കെട്ടിയിരിക്കുന്ന 10-12 കുതിരകളുണ്ട്. ആ കുതിരകളെ മുഴുവനും കെട്ടിയിരിക്കുന്ന കുതിരാലയത്തിന്റെ അകത്തിരുന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു നബിയേ. അപ്പോൾ കുതിരകൾ ഇങ്ങനെ വിരളാ തുടങ്ങി, കുതിരകൾ ഇങ്ങനെ മുരളാ തുടങ്ങി. എന്ത് സംഭവിച്ചെന്നറിയാ? ഞാൻ പുറത്തിറങ്ങിയപ്പോ ആകാശ ലോകത്തിരുന്ന് കുറെ കാർമേഘ കൂട്ടങ്ങളെ പോലെ ഒരു പ്രകാശം താഴേക്ക് ഇറങ്ങി വരുന്നത് കണ്ടു നബിയെ. എനിക്ക് പേടിയായി. ഞാൻ നോക്കുമ്പോഴത് മുകളിലേക്ക് കയറിപ്പോയി. വീണ്ടും ഞാൻ പോയിരുന്ന് ഖുർആൻ ഓതി. കുറച്ചു കഴിഞ്ഞപ്പോ വീണ്ടും കുതിരകൾ ഇങ്ങനെ വീഴാൻ തുടങ്ങി. മുകളിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ അടുത്തടുത്ത് വരുന്ന നബിയെ. ഞാൻ ഖുർആൻ മടക്കി വെച്ചിട്ട് ഓടി വന്നതാ നബിയെ, ഞാൻ ഖുർആൻ മടക്കി വെച്ചിട്ട് ഓടി വന്നതാ നബിയെ. അല്ലാഹുവിന്റെ റസൂല് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഹുസൈറേ, നീ ഖുർആൻ ഓതിയപ്പോൾ നിന്റെ ഖുർആനിന്റെ ശബ്ദമാധുര്യത്തിന്റെ മഹത്വവും ഭംഗിയും കണ്ടിട്ട് ആകാശ ലോകത്തിരുന്ന സമ്മാനങ്ങളുമായി പടച്ചവന്റെ മലക്കുകൾ ഇറങ്ങിയ പ്രഭയാണ് മുകളിൽ നീ കണ്ടത്. ആ പ്രകാശം കണ്ടിട്ടാണ് കുതിരകൾ വിരണ്ടത്, ആ പ്രകാശം കണ്ടിട്ടാണ് കുതിരകൾ മുരണ്ടത് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് റസൂൽ ചോദിച്ചു, ഹുസൈറേ, നീ ഏത് സൂറത്താണ് ഓതിക്കൊണ്ടിരുന്നത്? ഉമ്മ, ഈ സൂറത്ത് ഒരു ദിവസം പോലും മുടക്കല്ലേ, ഒരു ദിവസം പോലും നിങ്ങൾ മുടക്കല്ലേ. കണ്ണൂർ ജില്ലയുടെ പയ്യന്നൂരിലെ കവായിൽ ഖുർആനിന്റെ മാസ്മരികത നിറഞ്ഞു തുളുമ്പുന്ന ഒരു പ്രോഗ്രാമിന് വേണ്ടി വന്ന പെങ്ങളെ, ഉസൈർ റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ ചോദിച്ചു, നബിയേ, നബി തങ്ങൾ ചോദിച്ചു, ഉസൈറേ, നീ ഓതിക്കൊണ്ടിരുന്ന സൂറത്ത് ഏതാണ്? ആ സൂറത്ത് ഒരു ദിവസവും മുടക്കല്ലേ പെങ്ങളെ. ഉസൈർ റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് പറഞ്ഞു കൊടുത്ത ആ സൂറത്ത്
സൂറത്ത് ഒരു ദിവസം പോലും മുടക്കല്ലേ പൊന്നുമോളെ. മഹാനായ ഉസൈർ റളിയല്ലാഹു അൻഹു പറയുന്ന നബിയെ, സൂറത്തുർ റഹ്മാൻ അത്ഭുതമാണ്. റഹ്മാൻ ഖുർആനിന്റെ പുതിയ പളയാണ് റഹ്മാൻ. എത്ര ഭംഗിയാണ് റഹ്മാൻ എന്ന സൂറത്ത്. ആ സൂറത്ത് നിരന്തരം ഓതുന്നവർക്ക് ഇതിലേറെ എത്രയോ നേട്ടങ്ങളാണുള്ളത്. മക്കളെ പഠിപ്പിച്ചില്ലെങ്കിൽ വേണ്ട, അവരെ വിളിച്ചിരുത്തിയിട്ട് റഹ്മാൻ ഓരാൻ പറയുക, യാസീൻ ഓരാൻ പറയുക, തബാറക്കല്ലദി ഓരാൻ പറയുക. മരിക്കാൻ ഒരുങ്ങിക്കോ പെങ്ങളെ. 3 കഷണം വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് പള്ളിപ്പറമ്പിൽ കൊണ്ടുവെക്കുമ്പോ അവിടെ ഈ ഖുർആനല്ലാതെ നമുക്ക് രക്ഷയില്ല. ആരംഭ റസൂലിനോട് സഹാബികൾ ചോദിക്കുന്ന, നബിയേ ഇനി ഖുർആൻ നമുക്ക് തരുന്ന രക്ഷ എന്താണ്? വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു. നിങ്ങൾ ഖുർആൻ ഓതുമ്പോൾ അല്ലാഹു നാളെ പരലോകത്ത് ജനങ്ങൾക്ക് അതിന്റെ വില കൊടുക്കുന്ന പരലോകത്തിന്റെ രക്ഷയാണ് ഇനി പറയുന്നത്. നിങ്ങൾ ഖുർആൻ ഓതുമ്പോ മലക്കുകളോട് പടച്ച തമ്പുരാൻ പറയും, കൗവായയിലുള്ള പാവപ്പെട്ട കുടുംബത്തിലെ എന്റെ പൊന്നുമോന് ഖുർആൻ ഓതുന്നത് കണ്ടോ? മലക്കുകളോട് ഇങ്ങനെ പറയും, അവൻ എത്രയോ തിരക്കുണ്ട്, അവന്റെ വീട്ടിൽ എത്രയോ പ്രസിദ്ധീകരണങ്ങളുണ്ട്, അവൻ എത്രയോ അത്യാവശ്യങ്ങളുണ്ട്, അവന് വേണമെങ്കിൽ മൊബൈൽ നോക്കിയിട്ടിരുന്ന് കളിച്ചുകൊണ്ടിരിക്കാം, ഗെയിം കളിക്കാം, വാട്സപ്പിലൂടെ കമന്റ് അയക്കാം. പക്ഷേ നിങ്ങൾ കണ്ടില്ലേ മലക്കുകളെ, എന്റെ പ്രിയപ്പെട്ട അടിമ യഖറഊനൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ? ഖുർആനിന്റെ മാസ്മരികതയിലെ ലയിച്ചു ചേരുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മലക്കുകളോട് പറഞ്ഞു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി പരലോകത്തും ഖബറിലും കിട്ടുന്ന നേട്ടം എന്താണ്? ദുനിയാവിൽ കടന്നു പോകുമ്പോ തലശ്ശേരിയിലെ മാഹി എന്ന സ്ഥലത്തെത്തുമ്പോൾ, അല്ലാഹുവേ, കുഞ്ഞിപ്പള്ളിയിലുള്ള റിയാസ് എന്ന കൂട്ടുകാരൻ ഗൾഫിൽ നിന്ന് എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴിയിൽ കണ്ടു. ആ സഹോദരന്റെ വീട്ടിൽ പോയി ഒരു ചായ കുടിച്ചു പോകാമെന്ന് പറഞ്ഞ് പാതിരാത്രി 3 മണി സമയമായി. അല്ലാഹുവേ, ആ ചായ കുടിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്തേ നിങ്ങൾക്ക് മൂഡ് ഓഫ് എന്ന് ചോദിച്ചപ്പോൾ ആ സഹോദരൻ പറഞ്ഞതാ, മൊബൈൽ എടുത്ത് ഓണാക്കി. നല്ല ഒരു ബിസിനസ്സുകാരൻ, നല്ല ഒരു കച്ചവടക്കാരൻ, അല്ലാഹുവേ പടച്ചവനെ, കാണാൻ അഴകുള്ള, കാണാൻ ഭംഗിയുള്ള, കാണാൻ രസമുള്ള, നല്ല രസമുള്ള, എല്ലാ അർത്ഥത്തിലും അല്ലാഹുവേ ഒരു സമ്പന്നന്റെ സർവ്വ ലുക്കുകളും ഉള്ള വലിയ ബിസിനസ്സുമാനായ സഹോദരൻ ഗൾഫിൽ വെച്ച് നെഞ്ചുവേദന വന്ന് മരണപ്പെട്ടു പോയി. 3 മക്കളാണ്. ആ സഹോദരന്റെ മയ്യത്ത് ഇന്ന് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഉസ്താദേ, എന്റെ എല്ലാ ബിസിനസ്സിലും എന്നോടൊപ്പം ഉണ്ടായിരുന്നവനാണ്. എന്നിട്ട് കുറെ ഫോട്ടോ കാണിച്ചു തരികയാണ്. എന്ത് രസമാണ് കാണാൻ, എന്ത് ഭംഗിയാണ് കാണാൻ. അല്ലാഹുവേ, ഒരു സെക്കൻഡ് മതി, ഒരു നെഞ്ചുവേദന മതി, കാല് വഴുതി ഒന്ന് വീണാ മതി. അല്ലാഹു നമുക്ക് തന്നിരിക്കുന്ന അവയവങ്ങളുടെ അത്ഭുതം എത്രയെന്നറിയോ? നമ്മുടെ ഈ 2 കണ്ണുകൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇങ്ങനെ അടയ്ക്കാനും തുറക്കാനും എത്ര എളുപ്പമാണ്. ഒരു ദിവസം എത്ര പ്രാവശ്യം നമ്മുടെ കണ്ണുകൾ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നു നമ്മൾ? 1 മിനിറ്റിൽ തന്നെ നമ്മൾ അറിയാതെ ഇങ്ങനെ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്ന എത്ര സമയമാണ്. അത് കണ്ണിന് കംപ്ലൈന്റ് ഉള്ളത് കൊണ്ടല്ല. ഒന്ന് അടയ്ക്കാതിരുന്ന് നോക്കി, ഇങ്ങനെ തുറന്നിട്ട് കുറേ നേരം ഇങ്ങനെ അടയ്ക്കാതിരുന്നാൽ ഒരു മനുഷ്യന് 10 മണിക്കൂറിൽ കൂടുതൽ അങ്ങനെ കണ്ണ് തുറന്നു വെക്കാൻ കഴിയില്ല എന്നാണ്. അങ്ങനെ തുറന്നു വെച്ചാൽ അവന്റെ കണ്ണുകൾ പൊട്ടിത്തെറിക്കും, കൃഷ്ണമണി പൊട്ടിത്തെറിക്കും. 10 മണിക്കൂർ ഇങ്ങനെ അടയ്ക്കാതെ തുറന്നു വെച്ചിരുന്നാൽ കണ്ണിന്റെ കൃഷ്ണമണി പൊട്ടിത്തെറിക്കും. എന്തുകൊണ്ടാണെന്നറിയോ? എന്തുകൊണ്ടാ? ചൂടടിച്ചിട്ടില്ല. ഈ കണ്ണ് നിലനിൽക്കുന്നത് തന്നെ അതിൻ്റെ മുകളിലുള്ള വെള്ളത്തിന്റെ ശക്തി കൊണ്ടാണ്. ആ വെള്ളം എവിടുന്ന് വരുന്നു? ആ വെള്ളം ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മൾ ഈ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നതിലൂടെയാണ്. നമ്മളിങ്ങനെ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുമ്പോൾ കണ്ണിന് കൃഷ്ണമണിക്ക് ആവശ്യമായ ജലം അവിടെ കിട്ടുന്നു. ഒരു പ്രാവശ്യം അടയ്ക്കും, ഒരു പ്രാവശ്യം തുറക്കും, ഒരു പ്രാവശ്യം അടയ്ക്കും, അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ കണ്ണിന് അസ്വസ്ഥതകൾ വരാത്തത്. എപ്പോഴും കണ്ണിനകത്ത് വെള്ളം ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും. അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തരുന്നതാണ്. ആ വെള്ളം പറ്റിയാൽ കണ്ണ് പൊട്ടും. രണ്ടാമത്, അല്ലാഹു അങ്ങനെ ഒരു അവസ്ഥ പടച്ചോൻ ചെയ്തില്ലെങ്കിൽ നമ്മളൊക്കെ എന്ത് ചെയ്യും? ഒരു കുപ്പിയും ഇതുപോലൊരു തുണിയും കയ്യിൽ വെച്ചിരിക്കണം. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് 2 മിനിറ്റ് 3 മിനിറ്റ് കഴിയുമ്പോൾ കുപ്പിയിൽ നിന്ന് വെള്ളം എടുക്കും, ഇങ്ങനെ വെക്കും, ഇങ്ങനെ വെക്കും. ഞാൻ മാത്രമല്ല, നിങ്ങളും അങ്ങനെ തന്നെ. ബക്കറ്റ് കളക്ഷൻ നടത്താൻ വേണ്ടി സംഘാടകർ ബക്കറ്റ് ഉണ്ടെങ്കിൽ ഒരു കയ്യിൽ ബക്കറ്റും അടുത്ത കയ്യിൽ കുപ്പിയും വേണം. കണ്ണിൽ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ കണ്ണ് പൊട്ടിപ്പോവും. ഇത് അല്ലാഹു നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാതെ പടച്ചോൻ തന്നെ ചെയ്തു.
രണ്ടാമത് നമ്മുടെ നാവിനെപ്പോഴും നനവുണ്ടാവണം, ഇല്ലെങ്കിൽ നാവ് പൊട്ടിപ്പോവും. ഇപ്പൊ ക്യാൻസർ ബാധിച്ചാൽ ക്യാൻസർ ബാധിച്ചവർക്ക് കഴുത്തിൽ കീമോ ചെയ്യും. അള്ളാഹു അതിനൊന്നും പടച്ചവനെ ഞങ്ങളൊന്ന് ഇടയാക്കല്ലേ അല്ലാ. നിന്റെ ഖുർആനിന്റെ മനോഹരമായ സദസ്സിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് റബ്ബേ, ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും മാതാപിതാക്കളെയും കീമോക്ക് അള്ളാഹുവെ ഇടയാക്കുന്ന ഒരു അസുഖവും നീ വരുത്തല്ല തമ്പുരാനെ. കീമോ ചെയ്യുമ്പോൾ നാവിൻ്റെ ഉമിനീർ ഗ്രന്ഥികൾ നശിച്ചു പോകും, കഴുത്തിൽ ചെയ്യുമ്പോൾ. അപ്പോൾ ഉമിനീർ ഗ്രന്ഥികൾ നശിച്ചു പോയാൽ നാവിൽ പിന്നെ സംസാരിക്കാൻ പറ്റൂല. നാവ് കൊണ്ട് നമ്മൾ സംസാരിക്കുന്നത് നാവിൽ നനവുള്ളത് കൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. നനവ് വറ്റിപ്പോയാൽ സംസാരിക്കാൻ കഴിയില്ല, നാവും തൊണ്ടയും ഒരുപോലെ പൊട്ടും. കഴുത്തിൽ കീമോ ചെയ്ത ആരോടെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ അവർ കുപ്പിയിൽ നിന്ന് കുറച്ച് വെള്ളമെടുത്തിട്ട് വായ്ക്കകത്ത് കൊണ്ട് ആ വെള്ളം പുറത്തേക്ക് കളഞ്ഞിട്ടാണ് അവർ സംസാരിക്കുന്നത്. ആ വെള്ളത്തിൻ്റെ നനവ് കൊണ്ട്. വണ്ടി ഓടണമെങ്കിൽ പെട്രോൾ വേണമെന്ന് പറഞ്ഞ പോലെ മനുഷ്യന് സംസാരിക്കണമെങ്കിൽ നാവിൽ നനവ് വേണം. അത് അള്ളാഹു തന്നെ പടച്ചിട്ടുണ്ട് ആ നനവ്. മനുഷ്യൻ എന്തിനാണ് അള്ളാഹു 2 വൃക്കകൾ കൊടുത്തത്? എനിക്ക് 2 വൃക്ക, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ 2 വൃക്ക എന്തിനാണ് കൊടുത്തത്? അത് വിറ്റിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ആ 2 വൃക്ക അള്ളാഹു കൊടുത്തത്, ഒരു വൃക്ക 60% നശിച്ചതിന് ശേഷം മാത്രമേ ഏറ്റവും വലിയ ഡോക്ടർക്ക് പോലും ആ വൃക്ക തകരാറുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. വൃക്കയുടെ തകരാറ് തുടങ്ങുമ്പോൾ നമ്മൾ അറിയൂല. ഒരു 10% നിങ്ങളുടെ വൃക്ക നശിച്ചു പോയി എന്ന് ഒരു ഡോക്ടർക്കും പറയാൻ കഴിയില്ല. 60% നശിച്ചതിന് ശേഷമാണ് ശരീരത്തിൽ അത് ബാധിക്കുന്നത്. കാല് നീര് വരും, ക്ഷീണം വരും, തളർച്ച വരും, മറിഞ്ഞു വീഴും, ബോധം നഷ്ടപ്പെടുകയൊക്കെ ചെയ്യും. അങ്ങനെ പരിശോധിക്കുമ്പോൾ പറയും വൃക്ക പോയി, നഷ്ടപ്പെട്ടു പോയി. 60% നശിച്ചു കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ടൊരു ഉപയോഗമില്ല. അപ്പൊ ഈ നശിച്ചു കഴിയുമ്പോൾ പ്രവർത്തിക്കാനാണ് ബാക്കിയുള്ളതിനെ അള്ളാഹു വിറ്റ് ചെയ്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അരവൃക്കയുടെ ഒരു സഹായം പോലും മനുഷ്യന് ജീവിക്കാൻ വേണ്ട. പക്ഷെ നശിച്ചു പോയാൽ 50 ലക്ഷത്തിനും 60 ലക്ഷത്തിനും 1 കോടി രൂപയ്ക്ക് പോലും ഇന്ന് വൃക്ക മാറ്റിവെക്കാൻ കഴിയുന്നില്ല. അങ്ങനെ മാറ്റിവെച്ചാലോ 5 വർഷമാണ് അതിന്റെ ഗ്യാരണ്ടി പറയുന്നത്. 5 വർഷം ജീവന്റെ ഗ്യാരണ്ടി അല്ല, ആ വൃക്കയുടെ ഗ്യാരണ്ടി 5 വർഷം. ആ 5 വർഷം ഡോക്ടർ പറയുന്ന സമയത്ത് ഉറങ്ങണം, ഡോക്ടർ പറയുമ്പോൾ ഉണരണം, ഡോക്ടർ പറയുന്ന ഭക്ഷണം കഴിക്കണം, ഡോക്ടർ പറയുന്ന പോലെ ജീവിക്കണം. 5 വർഷം. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. ഇത് ചില ആളുകൾക്ക് അല്ലാഹു കൊടുത്തത് നിങ്ങൾക്ക് തരൂല എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. ആലപ്പുഴയിലെ 11 വയസ്സുള്ള മോളുടെ തല അല്ലാഹു വലുതാക്കി നടക്കാൻ കഴിയാതെ ആ മോള് കരയുന്നു. ആ മോള് കിടന്ന രംഗെങ്ങനെയെന്നറിയോ? കൺമഷിയൊക്കെ പുരട്ടി പൗഡറൊക്കെ ഇട്ട് കവളത്ത് കുത്തൊക്കെ ഇട്ട് ഇങ്ങനെ കിടക്കാണ്. ഞാൻ എന്തിനാണ് ഇങ്ങനെ ഒരുക്കി കിടത്തിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതെന്താ? അവിടുത്തെ പ്രിയപ്പെട്ട സഹോദരി അല്ലാഹുവേ ഉസ്താദ് വരികയല്ലേ, എന്റെ പൊന്നുമോളൊന്നൊരുങ്ങി കിടക്കട്ടെ. ജീവിതത്തിൽ ഇന്ന് വരെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത 11 വയസ്സുകാരി, അല്ലാഹുവേ 1 മീറ്ററിന്റെ 1/2 മീറ്ററിന്റെ തുണി പോലും വേണ്ട ആ കുഞ്ഞിനൊരു ഡ്രസ് ഇട്ട് കൊടുക്കാൻ. അത്രയ്ക്ക് ചെറിയ ശരീരമാണ്. ശരീരത്തെക്കാൾ വലിയ ഭാരമുള്ള തലയും ചുമന്ന് ആ കട്ടിൽ ഇങ്ങനെ കിടക്കുമ്പോഴല്ലാ അവർക്ക് അല്ലാഹു രോഗം കൊടുത്തത് നമ്മുടെ മക്കൾക്ക് ഒരിക്കലും തരില്ല എന്ന് പറഞ്ഞിട്ടല്ല. അവരെ കണ്ടിട്ട് നിങ്ങൾ നന്ദിയുള്ളവരാകണം, അവരെ കണ്ടിട്ട് നിങ്ങൾ നന്ദിയുള്ളവരാകണം. എത്രയോ രോഗികൾ 10 മാസം മാത്രമുള്ള ഫാത്തിമ ഫിദ എന്ന കരൾ മാറ്റി വെക്കണമെന്ന് ഡോക്ടർ പറഞ്ഞ ഒരു കുഞ്ഞ് 10 മാസമല്ലേ ആയുള്ളൂ. എന്തിനാണ് കരൾ മാറ്റി വെക്കുന്നത് തമ്പുരാനെ? അല്ലാഹുവേ, അവർക്ക് അല്ലാഹു കൊടുത്ത രോഗം നമുക്ക് തരില്ല എന്ന് പടച്ചോൻ പറഞ്ഞിട്ടില്ല. അവർക്ക് കൊടുത്തത് അത് ധിക്കാരം കാണിച്ചത് കൊണ്ടാണെന്നും പറഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ പരീക്ഷണമാണ് ഈ ഖവായിൽ വന്ന പ്രിയപ്പെട്ടവരെ. എപ്പോഴാണ് ഇതുപോലെ വിഷമവും പ്രയാസവും വരുന്നതെന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ വന്നു മരിച്ചു പോയാൽ പണം കൊണ്ട് ആയുസ് നീട്ടിക്കിട്ടില്ല. അസ്രായിൽ വരുമ്പോ ഹോസ്പിറ്റലിൽ കല്ലെറിഞ്ഞിട്ട് കാര്യമില്ല, ഹോസ്പിറ്റലിന്റെ ഡോക്ടർമാരെ തല്ലിച്ചതച്ചത് കൊണ്ട് കാര്യമില്ല. അല്ലാഹുവേ പടച്ചവനെ, ആ മരണമെന്ന സിംഹം പിടിച്ച് കാർക്കിച്ചു തുപ്പിയിട്ട് കബറിലേക്ക് വലിച്ചെറിയുമ്പോ ആ കബറിന്റെ ഭയാനകരമായ കുറ്റാംകുറ്റിരുട്ടിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്താൻ ആരാവുള്ളത്? മക്കള് പോകും, കുടുംബക്കാര് പോകും. ഇന്ന് കുമരമ്പത്തൂർ ഉസ്താദിനെ കബറിലേക്ക് ഇറക്കി വെച്ചിട്ട് ആർക്കാണ് കബറിന്റെ അകത്ത് കൂടെ ഇറങ്ങിക്ക
കിടക്കാനും കഴിഞ്ഞത്. അള്ളാഹുവേ, ഒന്ന് കാണാൻ കാത്തിരുന്നവരെ, ഒന്ന് മുസാഫഹത്ത് ചെയ്യാൻ കാത്തിരുന്നവരെ, കണ്ണീരോടെ ഞങ്ങളുടെ ഉസ്താദിന് രോഗം മാറ്റിക്കൊടുക്കണമെന്ന് നിറകണ്ണുകളോടെ പറഞ്ഞവരെ, ആ പ്രിയപ്പെട്ട ഉസ്താദിനെ ഖബറിലേക്ക് ഇറക്കി വെച്ചപ്പാരാണ് കൂടെ ഇറങ്ങിയത്. ഉസ്താദ് ചെയ്തു പോയ അമലുകളുമായി ഇനി ഖബറിന്റെ അകത്ത് സന്തോഷത്തോടെ കഴിയട്ടെ. ആർക്കും കൂടെ ഇറങ്ങി പോകാൻ കഴിയില്ല. നമ്മൾ മരിച്ചാലും അങ്ങനെ തന്നെയാണ്. ആരും വരില്ല പ്രിയപ്പെട്ടവരെ, ആരും വരില്ല. സുബ്ഹാനല്ലാഹ്. ആ ഖബറിന്റെ അകാരമായ ഗർത്തത്തിനകത്ത് ഞങ്ങളുടെ മയ്യത്ത് കൊണ്ടുവച്ചിട്ട് ചോദിക്കും, വമാ ഇമാമുക, നിന്റെ ഇമാം ആരാണെന്ന് ചോദിക്കുമ്പോ, ഖുർആൻ ഓതിയവരെ, ഖുർആൻ പഠിച്ചവരെ, മക്കളെ ഖുർആൻ പഠിപ്പിച്ചവരെ, എനിക്ക് ഖുർആൻ ഓതണമെന്ന താല്പര്യവും ആഗ്രഹവും വന്നവരെ, വീട്ടിന്റെ അകത്ത് ഖുർആനുമായി ബന്ധം പുലർത്തിയവരെ, അല്ലാഹു പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് വൽ ഖുർആനു ഇമാമീ, എന്റെ ഇമാമ് ഖുർആനാണെന്ന് പറയാനുള്ള ഒരു ഭാഗ്യം നിങ്ങളുടെ ഖബറിന്റെ അകത്ത് പടച്ച തമ്പുരാൻ തരുന്നതാണ്. മാത്രമല്ല അടുത്ത രക്ഷ എന്താണ്? ഖബറിന്റെ അകത്ത് എഴുന്നേൽക്കുമ്പോൾ ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബിഹി. പരലോകത്ത് നിങ്ങൾ വരുമ്പോ നിങ്ങളെ മനുഷ്യന്റെ ഗ്ലാമറുള്ള സുന്ദരനായ ഒരു മനുഷ്യന്റെ രൂപത്തിൽ ഖുർആൻ നിങ്ങളുടെ മുമ്പ് വന്ന് നിങ്ങൾക്ക് മുസാഫഹത്ത് നടത്തുന്നതാണ്. ഖബറിന്റെ അകത്ത് എഴുന്നേൽക്കുമ്പോ നിങ്ങളുടെ കൈ പിടിച്ച് മുത്തം തന്നിട്ട് പറയുന്നു, അനൽ ഖുർആൻ, നിന്റെ വീട്ടിന്റെ അകത്ത് അലമാരയിൽ നിന്ന് എടുത്ത് എന്നെ പാരായണം ചെയ്തവനെ, നിന്റെ വീട്ടിന്റെ അകത്ത് നിന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തവനെ, എല്ലാ ദിവസവും തബാറക്കല്ലദീ ഓതിയ ഖവ്വായയിലെ പെങ്ങളെ, എല്ലാ ദിവസവും അർറഹ്മാൻ ഓതിയ ചെറുപ്പക്കാരാ, ഈ മലക്ക് ഈ ഒരു മനുഷ്യ പ്രകാശത്തോടെ പ്രഭയോടെ സൗന്ദര്യത്തോടെ ഈ മനുഷ്യൻ വന്ന് നിന്റെ കൈ പിടിച്ച് മുത്തം തന്നിട്ട് പറയുന്നു, അനൽ ഖുർആൻ, ഞാൻ ഖുർആനാണ്. അല്ലദീ യതസഖർതു ലൈലക, നിന്റെ രാത്രിയുടെ ഉറക്കം നഷ്ടപ്പെടുത്തിയ ഖുർആനാണ്. നീ ഉറക്കം നഷ്ടപ്പെടുത്തിയിട്ടല്ലേ എന്നെ പാരായണം ചെയ്തത്, നീ ഉറക്കം മാറ്റിവെച്ചിട്ടല്ലേ എന്നെ പാരായണം ചെയ്തത്. ആ ഖുർആനാണ് ഞാൻ, ആ ഖുർആനാണ് ഞാനെന്ന് പറഞ്ഞ് ആ ഖുർആൻ നിങ്ങളെ കരം പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അല്ലാഹുവേ, ആ കൂട്ടത്തിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ. ഒന്നും വേണ്ട, എല്ലാ ദിവസവും യാസീൻ ഓതുമെന്ന് തീരുമാനിക്കുക, എല്ലാ ദിവസവും യാസീനെങ്കിലും ഓതുമെന്ന് തീരുമാനിക്കുക. വയുക്കുസാ വാലിദൈഹി ഖുല്ലത്താൻ, പരലോകത്ത് കിട്ടുന്ന രക്ഷയെക്കുറിച്ച് പറയുകയാണ് വീണ്ടും. വയുക്കുസാ വാലിദൈഹി ഖുല്ലത്താൻ, അവരുടെ മാതാപിതാക്കൾക്ക് ആഭരണങ്ങളും വസ്ത്രങ്ങളും അണിയിച്ചു കൊടുക്കുമ്പോൾ ഉമ്മയും വാപ്പയും ചോദിക്കുന്നു, എനിക്കെന്തിനാണ് വസ്ത്രം, എനിക്ക് വിടന്നാണ് ഈ ആഭരണം, എന്തിനാണ് പടച്ചവനെ? എല്ലാവരും പരലോകത്ത് കഷ്ടപ്പെട്ട് പൊട്ടിക്കരയുമ്പോ എനിക്കെന്തിനാണിതെന്ന് ചോദിക്കുമ്പോ മലക്കുകൾ പറഞ്ഞു കൊടുക്കുന്നു, ബിഅഖ്ദി വലദിക്കുമൽ ഖുർആൻ, ബിഅഖ്ദി വലദിക്കുമൽ ഖുർആൻ. നിന്റെ മക്കൾ ഖുർആൻ പഠിച്ചതുകൊണ്ടാണിത്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഖുർആനിന്റെ മനോഹാരിത ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് നാളെ പരിശുദ്ധ ഖുർആൻ പാരായണ മത്സരമാണ് ഈ സദസ്സിൽ നടക്കുന്നത്. നിങ്ങളെല്ലാവരും ആ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടവരെ സഹകരിക്കണം. അതുമായി ഒരു വലിയ ജനസാഗരം കണ്ണൂർ ജില്ലയുടെ പയ്യന്നൂരിന്റെ കവ്വായയുടെ മണ്ണിൽ നിന്ന് ഈ ഗ്രൗണ്ടിലേക്ക് നാളെ എത്തണം. എല്ലാ 250 മാസ്മരികമായ ഖുർആൻ ഓതുന്ന കാരിയുകൾ അൽഹംദുലില്ലാഹ് വല്ലാത്ത അത്ഭുതമാണ്. എത്ര പ്രശംസിച്ചാലും എത്ര പ്രാർത്ഥിച്ചാലും മതി വരില്ല. ഈ ഒരു സംഗമത്തിന് എത്തണമെന്നത് എൻ്റെ കൂടി ഒരു ആഗ്രഹമായിരുന്നു. എൻ്റെ തിരുവനന്തപുരത്തുള്ള അനസ് എന്ന ഒരു കൂട്ടുകാരനാണ് ഇവിടുത്തെ ഒരു സഹോദരനുമായി ബന്ധപ്പെട്ട് ഡേറ്റ് ആദ്യമായി സംസാരിച്ചത്. ഒരുപാട് പരിശ്രമിച്ചു അവർ. അൽഹംദുലില്ലാഹ് എനിക്കും നിങ്ങളുടെ ഈ മഹത്തായ ഖുർആനിന്റെ കൊട്ടാരത്തിന്റെ സവിധത്തിൽ വരാൻ കഴിഞ്ഞു. ഇവിടുത്തെ ബഷീർ അഡാത്ത് എന്ന് പറയുന്ന ആ പ്രിയപ്പെട്ട സഹോദരൻ അൽഹംദുലില്ലാഹ് ഒരുപാട് ആത്മീയമായ പുരോഗതി സമുദായത്തിന് വരുത്തി കൊടുക്കാൻ അദ്ദേഹം പരിശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ നാട്ടിലെ സ്നേഹസാഗരം എന്ന ആതുരാലയത്തിന്റെ ജനറൽ സെക്രട്ടറി സഫീർ ഖാൻ മന്നാനിയുമായി ബന്ധപ്പെട്ട് ആ പ്രിയപ്പെട്ട സഹോദരൻ ഈ ഡേറ്റുമായി ആദ്യം സംസാരിച്ചു. അൽഹംദുലില്ലാഹ് ഇതിനെ
ഒരു ഒത്തുതീർപ്പുണ്ടാക്കി. അള്ളാഹു ഈ സദസ്സിൽ ഇനിയും വരാൻ തൗഫീഖ് തരട്ടെ. ഇത്രയും ത്യാഗം ചെയ്ത് ഈ സമയം വരെ ഇതിന് പരിശ്രമിച്ച് ത്യാഗം ചെയ്ത് കഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് സഹായിച്ച മുഴുവൻ ആളുകൾക്കും അള്ളാഹു രണ്ട് ലോകത്തും ഖൈറും ബറക്കത്തും അഭിവൃദ്ധിയും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് എട്ടിക്കുളത്തേക്ക് വിടുന്ന ദുആരെന്ന് ഞാൻ എട്ടിക്കുളത്തേക്ക് പോകും. അവിടെ കുറെ സഹോദരങ്ങൾക്ക് 31-ാം തീയതി തിരുവനന്തപുരം ചിറയിൻകീഴ് എൻ്റെ നാട്ടിൽ എൻ്റെ മോൻ്റെ ഖബറിൻ്റെ ചാരത്ത് വിശാലമായ ഗ്രൗണ്ടിൽ നടക്കുന്ന വലിയ പരിപാടിയുടെ ഒരു ചെറിയ ചർച്ചയുണ്ട്. ഇൻഷാ അല്ലാഹ് അവിടെ നിന്നൊക്കെ ബസ്സും വാഹനങ്ങളും ഒക്കെ വരും. നിങ്ങളും ഇവിടുത്തെ ഖവായയിലെ എൻ്റെ പ്രിയപ്പെട്ട UAE യൂത്ത് സെന്ററിൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഇവിടുത്തെ ദീനീ പ്രവർത്തകരായ രാഷ്ട്രീയ സാമുദായിക നേതാക്കന്മാരോട് പറയുന്നു, നിങ്ങളും ആരോരുമില്ലാത്ത രോഗികളെ നോക്കുന്നവരാണ്. അതുപോലെ ഞാൻ നേതൃത്വം കൊടുക്കുന്ന ആ ദുരാലയത്തിൻ്റെ പ്രോഗ്രാമിന് തിരുവനന്തപുരത്തേക്ക് ഡിസംബർ 31 ന്യൂ ഇയർ ഇല്ല, ആഘോഷമില്ല, കള്ളില്ല, കഞ്ചാവില്ല, ലഹരിയില്ല, ആസ്വാദനങ്ങളില്ല. മജ്ലിസുന്നൂറോദി അതിന്റെ ആത്മീയ സുഖവും ലഹരിയും നുകർന്ന് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്ന ആ സദസ്സിൽ നിങ്ങളെല്ലാവരും എത്തണം എന്ന് അഭ്യർത്ഥിച്ച് ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് വരുന്നു. എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളും എഴുന്നേറ്റ് നിന്ന് ഒരു 3 സ്വലാത്ത് ചൊല്ലുക. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. 3.5 വയസ്സുള്ള ഒരു കുട്ടിയുടെ ക്യാൻസർ രോഗം പറഞ്ഞിട്ടുണ്ട്. വേറെ 3 സഹോദരങ്ങളുടെ ക്യാൻസർ രോഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മരിച്ചുപോയ ഹാജറ എന്നിവർക്ക് വേണ്ടി ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. 23 വർഷമായി മലേഷ്യയിൽ നിന്ന് നാട്ടിലേക്ക് വരാൻ കഴിയാത്ത മുസ്തഫ എന്ന സഹോദരന് വേണ്ടി ദുആരക്കണമെന്ന് സംഘാടകരോട് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ മരണപ്പെട്ടു പോയ SP ഉമ്മർ ഹാജി പെരുമ്പയുടെ മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യാൻ അറിയിച്ചിട്ടുണ്ട്. മുസ്തഫ റിയാദുമാൾ എന്നിവരുടെ മകളുടെ ഭർത്താവിൻ്റെ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് അവിടെ ഒന്ന് പോയി ദുആരക്കണമെന്ന് ആഗ്രഹമുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവരുടെയും മരണപ്പെട്ടുപോയുടെ ഖബറുകൾ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടുപോയ അരയാപുറത്ത് കുഞ്ഞലീമ എന്ന സ്ത്രീക്ക് വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹു ഈ ഖുർആൻ വിരുന്നിൻ്റെ ബറക്കത്ത് കൊണ്ട് അവിടെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഇഹാൻ എന്ന കുട്ടിക്ക് ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്, ദുആരക്കാൻ പറഞ്ഞു. കരുണക്കടലായ റബ്ബ് ആ പ്രിയപ്പെട്ട കുഞ്ഞിന് ആഫിയത്ത് തിരിച്ചു കൊടുക്കുമാറാകട്ടെ. അതുപോലെ ഒരു സഹോദരി സോലിഹായ ഒരു ഭർത്താവിന് കിട്ടണമെന്ന് പറഞ്ഞിട്ട് ദുആരക്കാൻ വേണ്ടി സ്വതക്ക 500 രൂപ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു ആരോഗ്യമുള്ള സോലിഹായ ഒരു ഭർത്താവിനെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. MB ഹാജിറ, EMB റൈഹാന അയത്ത് എന്നിവർക്ക് അവർ മരണപ്പെട്ടു പോയവരാണ്. അവരുടെ ഖബറിലേക്ക് അവരുടെ മഗ്ഫിറത്തിന് വേണ്ടി ദുആരക്കണമെന്ന് അറിയിച്ചു. നല്ല സദസ്സാണ്, ഖുർആനിൻ്റെ മാധുര്യമുള്ള വേദിയാണ്. ഈ സദസ്സിൻ്റെ പോരിശ കൊണ്ട് അവരുടെ ഖബറും നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടുപോയവരുടെ ഖബറും നമ്മൾ മരണപ്പെടുമ്പോൾ നമ്മുടെ ഖബറും അല്ലാഹു പ്രഭയും പ്രകാശവും വിശാലവുമുള്ളതാക്കി അല്ലാഹു മാറ്റുമാറാകട്ടെ. കുമരംപുത്തൂർ ഉസ്താദിന് വേണ്ടിയിട്ട് ഒരു ഫാത്തിഹ ഓതി നമുക്ക് ദുആയിലേക്ക് വരാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. إياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيده. اللهم صل وسلم على رسولك سيدنا محمد خير خلقه ونور أرشه وعلى آله وصحبه وبارك وسلم عليه. يا أول الأولين يا آخر الآخرين يا ذا القوة المتين يا راحم المساكين يا أرحم الراحمين. കരുണക്കടലായ റബ്ബേ, അർഹമുറഹീമായ പടച്ചവനെ, രാജസയ്യിദായ തമ്പുരാനെ, ഞങ്ങളുടെ ഈ ഒരുമിച്ചുകൂടെ നീ സ്വീകരിക്കണേ അല്ലാ. ചെയ്തുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം നീ പുറത്തു തരണേ അല്ലാ. പാപങ്ങളെല്ലാം പൊറുക്കണേ റഹ്മാനെ. പാപഭാരവും ചുമന്ന് ഖബറിലേക്ക് പോകാൻ ഇടവരുത്തല്ലേ തമ്പുരാനെ. അല്ലാഹുവേ, ഇന്നാട്ടിലെ കർമ്മോത്സുകരായ പ്രവർത്തകർ കേരളത്തിലെവിടെയും ഇത്രയും വലിയ ഖുർആനിനെ സ്നേഹിച്ച ഒരു സദസ്സ് കണ്ടിട്ടില്ല തമ്പുരാനെ. 250ഓളം ഹാഫിദീങ്ങൾ അല്ലാഹുവേ വശ്യമായ ശൈലിയിലും
ഖുർആനിൻ്റെ മാസ്മരികതയിലേക്ക് ഈ സദസ്സിനെ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ പ്രതിഫലം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘാടകർക്ക് നീ കൊടുക്കണേ തമ്പുരാനെ. ഖുർആൻ എൻ്റെ ഇമാമാണെന്ന് ഖബറിൻ്റെ അകത്ത് പറയാൻ ഇവിടുത്തെ ചുണക്കുട്ടന്മാർക്ക് നീ തൗഫീഖ് കൊടുക്കണം തമ്പുരാനെ. അള്ളാഹുവേ, നമ്മുടെ മക്കളെ ഖുർആൻ ഓതുന്നവരാക്കണേ അല്ലാ, ഖുർആൻ മനഃപ്പാഠമാക്കുന്നവരാക്കണേ അല്ലാ, ഖുർആൻ കൈകാര്യം ചെയ്യുന്നവരാക്കണേ അല്ലാ, ഖുർആൻ സ്വീകരിക്കുന്നവരാക്കണേ അല്ലാ. ഖുർആൻ വിരുന്ന് അള്ളാഹുവെ നീ ഖബൂൽ ചെയ്യണം തമ്പുരാനെ. ആ ഖുർആൻ കൊണ്ട് നേട്ടം ഞങ്ങൾക്ക് നൽകണേ അല്ലാ, ഖൈർ ഞങ്ങൾക്ക് നൽകണേ അല്ലാ, ബറക്കത്ത് ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളും മരിക്കുമ്പോൾ ഞങ്ങളുടെ മറക്കുന്ന മക്കളാക്കല്ലേ അല്ലാ. ഖുർആനിൻ്റെ ഓരോ ആയത്തുകൾ കണ്ണീരോടെ ഓതി ഞങ്ങൾക്ക് ഹദിയ ചെയ്യുന്ന മക്കളാക്കണേ അല്ലാ. യാസീനും അർറഹ്മാനും തബാറക്കല്ലതിയും എന്നും നിരന്തരം വീട്ടിനകത്തിരുന്ന് പാരായണം ചെയ്യാൻ അള്ളാഹുവേ ഞങ്ങളുടെ കുടുംബത്തിന്, ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങളുടെ ഭാര്യയ്ക്ക് നീ തൗഫീഖ് കൊടുക്കണം തമ്പുരാനെ. ഖുർആൻ ഓതാത്ത വീട് എന്തൊരു വീടാണ് റബ്ബേ. അള്ളാഹുവെ നീ കാക്കണം തമ്പുരാനെ. ഞങ്ങളുടെ മക്കൾക്ക് ഖുർആനിൻ്റെ മനസ്സ് കൊടുക്കണം റഹ്മാനെ. എൻ്റെ പൊന്നുമോൻ മുസ്താഖ് അഹമ്മദ് ഖുർആൻ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടാണ് റബ്ബേ മരണപ്പെട്ടു പോയത്. പടച്ചവനെ, ആ പൊന്നുമോന് നീ സ്വർഗത്തിൽ സുന്ദരമായ ശബ്ദത്തിൽ ഖുർആൻ ഓതി മനുഷ്യരെ മയക്കാനുള്ള കഴിവ് കൊടുക്കണേ അള്ളാഹുവെ. പടച്ചവനെ, മാരക രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണം തമ്പുരാനെ, അപകടങ്ങളെ തൊട്ട് കാക്കണം റഹ്മാനെ. ഹാജറായും റഹിയാനത്തു എന്നൊക്കെ പേരുള്ള സഹോദരിമാർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരുടെ ഖബറുകളെ നീ വിശാലമാക്കണം തമ്പുരാനെ. അള്ളാഹു, എട്ടിക്കുളത്തെ മുസ്തഫ എന്ന എൻ്റെ പ്രിയ സഹോദരൻ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട് ഒരു പ്രിയപ്പെട്ട സഹോദരന് വേണ്ടി. ആ നിയ്യത്ത് ചെയ്ത വ്യക്തിയുടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ. സുഖമില്ലാതെ കിടക്കുന്നവർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. എട്ടിക്കുളത്തെ ബിസ്മില്ലയുടെ പ്രിയപ്പെട്ട കർമ്മോത്സുകരായ കാരുണ്യത്തിൻ്റെ പ്രവർത്തകർ ഇവിടെയുണ്ട്. അള്ളാഹുവേ, അവർക്ക് നീ ഖൈറും ബറക്കത്തും കൊടുക്കണം തമ്പുരാനെ. ഞങ്ങൾ നടത്തുന്ന സ്നേഹസാഗരം എന്ന ആതുരാലയത്തിൽ ഒരുപാട് രോഗികളുണ്ട്, ആരുമില്ലാത്തവരുണ്ട്, കയ്യും കാലും പൊട്ടിയവരും ചതഞ്ഞവരും പഴുത്തവരും പുഴുത്തവരും ഒക്കെയുണ്ട്. അള്ളാഹുവേ, അവരെ നോക്കുന്നവരെ നീ നോക്കണേ അല്ലാ. അവരെ പട്ടിണി കിട്ടുന്നൊരവസ്ഥ വരുത്തല്ല തമ്പുരാനെ. അവർക്ക് വേണ്ടി ഡിസംബർ 31 കേരളവും കർണാടകയും ചേർന്ന് നടത്തുന്ന എൻ്റെ നാട്ടിലെ മനോഹരമായ വലിയ പരിപാടിക്ക് എട്ടിക്കുളത്തിൽ നിന്നും അതുപോലെ കവ്വായിൽ നിന്നും പയ്യന്നൂരിൽ നിന്നും പെരിങ്ങത്തൂരിൽ നിന്നൊക്കെ ആരെല്ലാമാണോ ആ പാതിരാത്രിയിൽ 100,000-ഓളം ആളുകൾ പങ്കെടുക്കുന്ന മജ്ലിസുന്നൂറിലും ഇസ്തിഗ്ഫാറിലും പ്രാർത്ഥനയിലും പ്രഭാഷണത്തിലും വരുന്നത് അവരൊക്കെ നീ സ്വീകരിക്കണം തമ്പുരാനെ. അള്ളാഹു, അതിൻ്റെ പ്രവർത്തകരായി പ്രചാരകരായി നടക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം തമ്പുരാനെ. ഒരുപാട് ആളുകൾ സ്വന്തമായി പോസ്റ്ററും നോട്ടീസും അടിച്ചിട്ട് അതിൻ്റെ പ്രചാരകരാകുന്ന ഖബൂൽ ചെയ്യണേ അല്ലാ. ഈ പരിശുദ്ധ ഖുർആനിൻ്റെ പ്രഭയും പ്രകാശവും അള്ളാഹുവെ ഇത്ര ഭംഗിയോടെ നടത്താനുള്ള മനസ്സ് സംഘാടകർക്ക് നീ കൊടുത്തെങ്കിൽ അവർക്ക് നീ ക്യാൻസർ കൊടുക്കല്ലേ അല്ലാ, അവർക്ക് അപകടങ്ങൾ കൊടുക്കല്ലേ അല്ലാ, അവർക്ക് ദുരന്തങ്ങളും ദുരിതങ്ങളും കൊടുക്കല്ലേ അല്ലാ. അള്ളാഹുവേ, ഏറ്റവും നല്ലതുപോലെ ഖുർആൻ ഓതുന്ന ഒരാളിന് 1,00,000 രൂപയാണ് കൊടുക്കുന്നത്. നീ സ്വീകരിക്കണം തമ്പുരാനെ. അതിനുവേണ്ടി സമ്പത്തും സമയവും ചെലവഴിച്ചവർക്കെല്ലാം 2 ലോകത്ത് നീ നന്മ പ്രദാനം ചെയ്യണേ അല്ലാ. പരിശുദ്ധ റബീഉൽ അവ്വലിന്റെ മനോഹരമായ രാത്രിയിൽ ഇത്തരം സംഭവങ്ങളും ഇത്തരം സംരംഭങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ അള്ളാഹു നീ കബൂൽ ചെയ്യണം തമ്പുരാനെ. ഇനി ഇവിടെ ബഹുമാനനായ റഹ്മത്തുള്ളാ കാസിമി പ്രഭാഷണം നടത്താനുണ്ട്. എൻ്റെ പ്രിയ കൂട്ടുകാരൻ ബഹുമാനനായ കാഞ്ഞാർ അഹമ്മദ് കബീർ ബാക്കി ഉസ്താദ് പ്രഭാഷണം നടത്താനുണ്ട്. എല്ലാം നീ സ്വീകരിക്കണം തമ്പുരാനെ. എല്ലാവർക്കും നീ ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ. എല്ലാവരുടെയും ശബ്ദം നീ നിലനിർത്തി കൊടുക്കണം തമ്പുരാനെ. അള്ളാഹു, ഞങ്ങളോതിയ ഫാത്തിഹയും സൂറത്തും ബഹുമാനനായ കുമരംപുത്തൂർ ഉസ്താദിന്റെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അള്ളാഹുവേ, ആ ഖബർ വിശാലമാക്കണേ അല്ലാ. ഇന്ന് ഉസ്താദിന്റെ ഖബറിന്റെ ആദ്യ രാത്രിയാണ് തമ്പുരാനെ. അള്ളാഹുവേ, സ്വർഗത്തിന്റെ രാത്രിയാക്കി കൊടുക്കണം അല്ലാ. ഞങ്ങളെപ്പോലുള്ള ജാഹിലീങ്ങൾക്ക് അള്ളാഹുവെ വിവരം പറഞ്ഞു തന്ന് ഫത്വ തന്ന് ദുആ ചെയ്ത് ഞങ്ങൾക്ക് നേതൃത്വം തന്ന് അറിവിൻ്റെ പ്രഭയുള്ള പ്രകാശമുള്ള സത്യസന്ധതയുടെ നൂറാനിയത്തിൻ്റെ വഴിയിലേക്ക് ഞങ്ങൾക്ക് നേതൃത്വം തന്ന ആ പ്രിയപ്പെട്ട ഗുരുനാഥന് സ്വർഗത്തിൻ്റെ കവാടം ആ ഖബറിലേക്ക് നീ തുറന്നു കൊടുക്കണം തമ്പുരാനെ. ഇവിടെ സംഗമിച്ച മുഴുവൻ ആളുകളെയും നീ സഹായിക്കണേ അല്ലാ. ഇവിടുത്തെ ഉസ്താദ്, ഇവിടുത്തെ സംഘാടകർ, ഇവിടുത്തെ പ്രവർത്തകർ, ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷൻ, നല്ലതുപോലെ മൈക്കും വെളിച്ചവും ക്രമീകരിച്ചെന്ന ഓപ്പറേറ്റർമാർ, വീഡിയോ റെക്കോർഡിങ്ങിനും സ്ക്രീൻ പരിപാടിക്കും ഇവിടെ വന്ന കമലാസുരിയ ബുക്ക് സ്റ്റാളിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ, അള്ളാഹു ഇവിടുത്തെ സഹോദരങ്ങൾ, എല്ലാവർക്കും നീ സമാധാനവും സന്തോഷവും കൊടുക്കണേ അല്ലാ. ഇനിയുള്ള ഇവിടുത്തെ പ്രോഗ്രാമുകളെല്ലാം നീ വിജയിപ്പിക്കണം തമ്പുരാനെ. ഈ ദുആ സ്വീകരിക്കണേ അല്ലാ. ഇത്രയും നല്ല പ്രോഗ്രാം വെച്ച് ഇത്രയും നല്ല പണം ചിലവഴിച്ച് ഈ നല്ല സംരംഭം ഒരുക്കിയ പ്രിയപ്പെട്ട ഇതിന്റെ സംഘാടകർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ പ്രതിസന്ധിയുടെ ഘട്ടത്തിലും ഇങ്ങനെ ഒരു മഹത്തായ പ്രോഗ്രാം ചെയ്യുമ്പോൾ അള്ളാഹുവേ നീ അവരെ കൈവടിയല്ലേ അല്ലാ. മാരക രോഗത്തിന്റെ അണുക്കൾ കൊടുത്തവരെ പരീക്ഷിക്കല്ലേ അല്ലാ. അവരെ വേദനിപ്പിക്കല്ലേ അല്ലാ. അവരെ ശിക്ഷിക്കല്ലേ അല്ലാ. അവരുടെ മാതാപിതാക്കൾക്ക് അതിന്റെ കൂലി കൊടുക്കണമല്ല. അവരുടെ മക്കൾക്ക് അതിന്റെ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഈ ദുആ സ്വീകരിക്കണേ റബ്ബേ. എത്രയോ സ്ഥലങ്ങളിൽ നിന്ന് ഇതിനു വേണ്ടി ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാ പ്രിയപ്പെട്ടവർക്കും
അള്ളാഹുവെ ഖൈറും ബറക്കത്തും സമാധാനവും സന്തോഷവും നീ കൊടുക്കണം തമ്പുരാനെ. വളരെ അടുക്കും ചിട്ടയുമുള്ള പ്രോഗ്രാമാണ്, നിയമാവലികളുള്ള പ്രോഗ്രാമാണ്. അള്ളാഹുവെ അതിനുവേണ്ടി തീരുമാനമെടുത്ത മുഴുവൻ ആളുകളെയും നീ സമാധാനിപ്പിക്കണം തമ്പുരാനെ. എല്ലാവർക്കും നേട്ടം കൊടുക്കണം റഹ്മാനെ. ഈ ദുആ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ അൻസുർനാ യാ ഖൈറൻ നാസിരീൻ, അല്ലാഹുമ്മ അൻസുർനാ യാ ഖൈറൻ നാസിരീൻ, അല്ലാഹുമ്മ അൻസുർനാ യാ ഖൈറൻ നാസിരീൻ വർഹംനാ 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 യാ അർഹമർ റഹീമീൻ. അല്ലാഹുവേ ഇവിടെ പ്രത്യേകിച്ച് ചില ഇവർ ക്ഷണിച്ച വിശിഷ്ടാതിഥികൾക്ക് ഇരിക്കാൻ പ്രത്യേകിച്ച് സ്ഥലം കൊടുത്തിട്ടുണ്ട്. അള്ളാഹുവെ അവിടെ ആ സദസ്സിൽ വന്നിരുന്ന പ്രിയപ്പെട്ടവർക്കെല്ലാം നീ നേട്ടവും ഖൈറും കൊടുക്കണേ അല്ലാഹ്. അവിടെ ബിസിനസ്സിൽ പുരോഗതി കൊടുക്കണം തമ്പുരാനെ. അള്ളാഹുവെ കാസർഗോഡ് പള്ളങ്കോട് നിന്ന് വന്ന കൂട്ടുകാരൻ, കണ്ണൂർ ജില്ലയിൽ നിന്ന് വന്നതിന് ജീവന്ന കണ്ണൂരിലെ എൻ്റെ പ്രിയ സഹോദരൻ, അള്ളാഹുവെ കണ്ണൂർ ജില്ലയിൽ എന്നല്ല കേരളത്തിൻ്റെ ഒരുപാട് സദസ്സിൽ ആ സഹോദരൻ വന്നു, എൻ്റെ പ്രിയ സ്നേഹിതനാണ്. ആ പ്രിയപ്പെട്ട സഹോദരൻ്റെ പിതാവിൻ്റെ ഖബർ അള്ളാഹു നീ വിശാലമാക്കണേ അല്ലാഹ്. ഉമ്മാക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ആ കുടുംബത്തിൽ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അങ്ങനെ എത്രയോ ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, എല്ലാവർക്കും സമാധാനം കൊടുക്കണേ റഹ്മാനെ. റിയാദ് മാളെന്ന മുസ്തഫ എന്ന സഹോദരന്റെ ആ മഹത്തായ സ്ഥാപനത്തിന് അല്ലാഹുവേ എത്രയും പെട്ടെന്ന് അതിൻ്റെതായ പക്വതയും പാകതയും സൗന്ദര്യവും പൂർത്തീകരണവും നീ കൊടുക്കണം തമ്പുരാനെ. മുസ്ലിങ്ങളുടെ ബിസിനസ്സിൽ പുരോഗതിയും ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാഹ്. ഈ ദുആ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹു ലോകത്തിന്റെ നാനാഭാഗത്ത് ഫലസ്തീൻ പോലെ സിറിയ പോലെ കഷ്ടപ്പെടുന്ന പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് നീ സമാധാനം കൊടുക്കണേ അല്ലാഹ്. ബീഹാറിലും ഉത്തർപ്രദേശിലും ഒക്കെ എത്രയോ നിരപരാധികളായ മുസ്ലിം സഹോദരങ്ങൾ ജയിലറയിൽ കാരാഗ്രഹത്തിന്റെ അകത്തിളത്ത് കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. നീ മോചിപ്പിക്കണം തമ്പുരാനെ. ഇസ്ലാമിനെതിരെ മുത്തലാഖും ഏക സിവിൽ കോഡും ശരീഅത്തൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്ന കാബാലിക ഹൃദയങ്ങൾക്ക് അത് മനസ്സിലാക്കാനുള്ള പവറും ഭംഗിയും നീ കൊടുക്കണം തമ്പുരാനെ. അതിനെതിരെ ശക്തമായി പ്രഭാഷണം നടത്തുന്ന അബ്ദുസ്സമദ് പൂക്കോട്ടൂരിനെ പോലെയുള്ള പ്രവാചകന്മാരുടെ ശബ്ദം നീ നിലനിർത്തണം തമ്പുരാനെ. ഈ ദുആ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ അൻസുർനാ യാ ഖൈറൻ നാസിരീൻ, അല്ലാഹുമ്മ അൻസുർനാ യാ ഖൈറൻ നാസിരീൻ. അല്ലാഹുവേ യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റായി ഇന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ബഹുമാനിനും ആദരണീയനുമായ സയ്യിദ് പാണക്കാട് മുനവ്വറലി ശിഹാബ് തങ്ങൾക്ക് കരുത്തോടെ, കഴിവോടെ, ആത്മാഭിമാനത്തോടെ, ആത്മീയതയോടെ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മുഖം മനസ്സിൽ നിറച്ചു വെച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ നീ തൗഫീഖ് കൊടുക്കണം തമ്പുരാനെ. നീ തൗഫീഖ് കൊടുക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് നേതൃത്വം തരുന്നവർക്ക് ആഫിയത്തും ആരോഗ്യവും കൊടുക്കണമല്ലാ. ഐദലി ശിഹാബ് തങ്ങൾക്ക് അല്ലാഹുവേ ഒരു വിഷമവും ഒരു പനി പോലും നീ കൊടുക്കരുതല്ല, ഒരു ജലദോഷം പോലും നീ കൊടുക്കരുതല്ല. ഞങ്ങൾക്ക് നേതൃത്വം തരുന്ന പ്രിയപ്പെട്ടവർക്ക് അല്ലാഹുവേ ഞങ്ങളുടെ മജ്ലിസിൽ നിന്ന് കൊടുക്കുന്ന ഈ ദുആയല്ലാതെ തിരിച്ചു കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും സന്തോഷവും സമാധാനവും കൊടുക്കണേ അല്ലാഹ്. ഇവിടുത്തെ പ്രവർത്തകർക്കെല്ലാം തങ്ങന്മാരുടെ പൊരുത്തവും ഉസ്താദുമാരുടെ ഗുരുത്വവും കൊടുത്ത് നീ സഹായിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ അൻസുർനാ യാ ഖൈറൻ നാസിരീൻ വർഹംനാ ബി അൻവാഇ റഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫളലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം സല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും ദുആരക്കുക. നാളെ മുതലുള്ള പ്രോഗ്രാമുകളിലും പൂർണ്ണമായും ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും സഹകരിക്കുക. അപ്പോൾ